അഭിവന്യരായ ഉസ്താദുമാരെ, ഇൽമിന്റെ പ്രകാശങ്ങളാകുന്ന പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ സലാം അടക്കണില്ലേ? ഇതിങ്ങനെ മൈക്കും വേണ്ടി പറഞ്ഞ സലാമാന്ന് ചോദിക്കാറ് ഓരോ പൂജയെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. പിന്നെ എക്കോ ഇല്ലല്ലോ, എക്കോ ഇല്ലല്ലോ, എക്കോ ഉണ്ടോ? അത് ഒഴിവായിക്കോ, എക്കോ ഒഴിവാക്കി. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ ദിൽ ഖുവ്വത്തിൽ മതീൻ. والصلاة والسلام على سيدنا محمد الصادق الوعد الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. صدق الله مولانا العظيم. ബഹുമാനികളെ, നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ വാർഷിക മഹാസമ്മേളനം നടക്കുന്നതിന്റെ ഭാഗമായി ചില പഠന ക്ലാസുകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ സെഷനിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ ഇടയിൽ വഖഫ്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരധ്യായമാണല്ലോ വഖഫ് എന്ന് പറയുന്നത്. വഖഫ് സംബന്ധമായി ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാനുണ്ടെങ്കിലും ഇന്ന് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന വിഷയം വഖഫ് സ്വത്തുക്കൾ, അതിന്റെ ക്രിയാവിക്രയത്തെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ഏതാനും ചുരുങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നമുക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. അൽ-യൗമ, ഇന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന സമയത്ത് വഫാത്താവുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് ഹജ്ജിന് പോവുകയും അറഫായിൽ ഹജ്ജത്തുൽ വദാഇ എന്ന് പറയുന്ന ആ ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറഫയിൽ വെച്ച് അവതരിച്ച ഒരു ഖുർആൻ വാക്യമാണ് അൽ-യൗമ, ഇന്ന് അക്മൽതു ലക്കും. മുതഅല്ലിമീങ്ങളാണ് അധികം
ചെറിയ ക്ലാസുകളിലൊക്കെയുള്ള മുതഅല്ലിമീങ്ങളാണ് അധികവും സദസ്സിലുള്ളത്. അതുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ടായിരിക്കും എന്റെ സംസാരത്തിന്റെ ശൈലി. അൽ-യൗമ, ഇന്ന്, അക്മൽതു ലക്കും, നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നു, ദീനക്കും, നിങ്ങളുടെ ദീനിനെ, വഅത്മംതു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ പരിപൂർണമാക്കിയിരിക്കുന്നു, പൂർത്തീകരിച്ചിരിക്കുന്നു, നിഅമത്തി, എന്റെ പ്രത്യേകമായ നിഅമത്ത്. ഈ ഖുർആൻ വാക്യത്തിലൂടെ അല്ലാഹുവിന്റെ ദീന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മൾക്ക് പരിപൂർണമാക്കി തന്നു. അല്ലാഹു മനുഷ്യ സമൂഹത്തിന് ചെയ്ത നിഅമത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് നുബുവത്താണ്. ആ നുബുവത്താകുന്ന ആ നിഅമത്ത് പൂർത്തീകരിച്ചു തന്നു എന്ന് കൂടി ഉൾക്കൊള്ളുന്ന ഈ ആയത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള, ഇനി നമ്മൾക്കൊരു നബിന്റെ ആവശ്യം ഇല്ല, പുതിയ ഒരു നബിന്റെ ആവശ്യം ഇവിടെ ഇല്ല, പുതിയ ഒരു ശരീഅത്തിന്റെ ആവശ്യമില്ല. ഖിയാമത്ത് നാൾ വരെ നമ്മളുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നബുവത്തും ആ നബിയിലൂടെ നമ്മൾക്ക് ലഭിച്ച ശരീഅത്തും അത് തന്നെയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നാലും മഹ്ദി ഇമാം വന്നാലും ഒക്കെ ഈ ശരീഅത്ത് തന്നെ. വേറൊരു വഹയിന്റെ ആവശ്യമൊന്നും ഇനിയില്ല. ദീനിൽ കുട്ടി എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ദീനിനെ പരിപൂർണമാക്കി തന്നത്. ഈ ദീനിന്റെ കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് മൂന്നാണ്. ഒന്ന് അഖായിദ്, വിശ്വാസ കാര്യങ്ങൾ. മറ്റൊന്ന് ഫിഖ്ഹ്, കർമ്മപരമായ കാര്യങ്ങൾ. മറ്റൊന്ന് തസവ്വുഫ്, ആത്മീയമായ നമ്മളുടെ സ്വഭാവങ്ങൾ. ഏത് സ്വഭാവമാണ് നല്ലത്, ഏതാണ് ചീത്ത, ഏതാണ് ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്ന നല്ല സ്വഭാവം, ഏതാണ് ഇസ്ലാം നിഷിദ്ധമാക്കിയ കിബർ പോലത്തെ, ഹസദ് പോലത്തെ, ഹഖദ് പോലത്തെ ചീത്ത സ്വഭാവങ്ങൾ ഏതാണ്, ഇങ്ങനെയുള്ള ആത്മീയ സ്വഭാവങ്ങൾ. അപ്പോ അഖായിദ്, അമലിയാത്ത്, ദീനിയാത്ത്, അഖ്ലാഖ് എന്ന് നമ്മൾ മദ്രസയിൽ പഠിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇതില് ഏറ്റവും അധികം ഗഹനമായ വിഷയം ഫിഖ്ഹാണ്, കർമ്മശാസ്ത്രം. അഖായിദ് എന്ന് പറഞ്ഞാൽ ഏതാനും കുറച്ച് കാര്യങ്ങൾ അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. അത് വേഗം പഠിക്കാൻ വളരെ കുറച്ചുള്ളൂ. അഖ്ലാഖ് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള പ്രയാസം വേറെ. സ്വഭാവത്തെ ശുദ്ധീകരിച്ച് നല്ല സ്വഭാവം ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. അത് പഠിക്കാൻ കുറച്ചേ ഉള്ളൂ. ഫിഖ്ഹ് അങ്ങനല്ല. ഫിഖ്ഹ് വളരെ ഗഹനമായതും വളരെ വിശാലമായതും ഖിയാമത്ത് നാൾ വരെ മനുഷ്യ സമൂഹത്തിലുണ്ടാകാൻ പോകുന്ന ലക്ഷക്കണക്കായ കോടിക്കണക്കായ സംഭവങ്ങൾ, ആ സംഭവങ്ങളുടെ ഒക്കെ വിധി കണ്ടെത്താനുള്ള ഒരു വിജ്ഞാന ശാഖയാണ് ഫിഖ്ഹ്, കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്രത്തിൽ ഇന്ന് നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന 4 മദ്ഹബുകളാണ്. ഷാഫി, ഹനഫി, മാലിക്കി, ഹംബലി. എത്ര പണ്ഡിതന്മാർ കഴിഞ്ഞുപോയി. അവരൊക്കെ ഈ മദ്ഹബിന്റെ പിന്നാലെയാണ് കൂടിയത്. ലോക മുസ്ലിമീങ്ങൾക്ക് ഇന്ന് ഈ 4 മദ്ഹബാണ്. ആ വിഷയമൊക്കെ വിശദമായിട്ട് പറയാനുണ്ട്. അതിൽ ഈ 4 മദ്ഹബിൽ ഏറ്റവും പ്രബലമായ മദ്ഹബാണ് ഷാഫി മദ്ഹബ്. ആ മദ്ഹബ് ഉൾക്കൊള്ളാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കർമ്മശാസ്ത്രത്തെ ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ 4ആയി ഇബാദാത്ത്, മുആമലാത്ത്, മുനാക്കഹാത്ത്, ജിനായാത്ത് 4 വകുപ്പാക്കി തിരിച്ചിട്ടുണ്ട്.
ഇബാദത്തൊന്ന്, ഇടപാടുകളൊന്ന്, വിവാഹം, തലാഖ് പോലത്തതൊന്ന്, പിന്നെ ക്രിമിനൽ കേസുകൾ, അതിന് കാളി, സാക്ഷി, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ്. കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചൊക്കെ അതിന്റെ ശിക്ഷകളെ സംബന്ധിച്ചൊക്കെ പറയുന്ന വിഷയം. ഇങ്ങനെ 4 ആണ്. അതിൽ മുആമലാത്ത് എന്ന് പറയുന്ന അതിൽപ്പെട്ട ഒരു വിഷയമാണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫ്, വാവും പിന്നൊരു ഖാഫും പിന്നൊരു ഫാവും. വഖഫ യഖിഫു വഖഫ്. വഖഫ് എന്ന് പറയുന്ന ആ വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം, അറബി ഭാഷയിൽ വഖഫ് എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? സ്റ്റോപ്പ് എന്ന് പറയും. സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പ് ചെയ്യൂലേ? അതിലെ യാത്ര നിർത്തിവെച്ചാൽ, ഒരു ബസ് ഇങ്ങനെ പോകുമ്പോ അല്ലെങ്കിൽ ഒരു വാഹനം ഇങ്ങനെ പോകുമ്പോ അത് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാൽ ആ നിർത്തിയിടുന്നതിനിക്ക് അതിനാണല്ലോ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഹബ്സ്, അൽ വഖഫ് ലുഗത്തൻ അൽ ഹബ്സു. ഫതുഹുൽ മുഈനിലൊക്കെ പറഞ്ഞില്ലേ, അൽ വഖഫ് ലുഗത്തൻ അൽ ഹബ്സു. അതിന്റെ എന്തോ അതിൻ്റെതായ ഒരു ചലനം, എന്തോ അതിന്റെ ഒരു സഞ്ചാരം, എന്തോ അതിന്റെ ഒരു ഓട്ടം, അത് നിർത്തിവെച്ചിട്ടുണ്ട് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, ഭാഷാപരമായ അർത്ഥം. നിർത്തിയിടുക, സ്റ്റോപ്പ് ചെയ്യുക എന്നാണ് വഖഫ് എന്ന് പറയുന്നതിന്റെ ഭാഷയിലുള്ള അർത്ഥം. മുതഅല്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെ തന്നെയാണ് നോക്കുന്നത്. നിങ്ങൾ ഇടങ്ങേറായി. എന്താണ് വഖഫ് എന്ന് പറഞ്ഞതിന്റെ ഭാഷാപരമായ അർത്ഥം? എന്താണ്? നിർത്തിയിടുക, ഹബ്സ് ചെയ്യുക. മൗഖൂഫായ വസ്തു, വഖഫ് ചെയ്യപ്പെട്ട വസ്തു, അതിന്റെ എന്തോ ഒരു സഞ്ചാരം നിർത്തിവെച്ചിട്ടുണ്ട് എന്നാണല്ലോ ഭാഷാപരമായ അതിന്റെ അർത്ഥം. എന്നാല് അതിന്റെ ശർഈയായ, സാങ്കേതികമായ, ഇസ്തിലാഹിയായ അതിന്റെ അർത്ഥം തുഹ്ഫ 235 പേജില് 6-ാം വാല്യത്തിൽ പറയുന്നു, ഹബ്സുമാലിൻ യുംകിനുൽ ഇന്തിഫാഉ ബിഹി മഅ ബഖാഇ ഐനി ബിഖത്ഇ തസറുഫി ഫീ റഖബതിഹി അലാ മസ്റഫിൻ മുബാഹിൻ. ഏതെങ്കിലും ഒരു സ്വത്ത്, ഒരു വസ്തു, എങ്ങനെയുള്ള വസ്തുവാണ് ആ വസ്തു? മാല് എന്ന് പറയാൻ പറ്റുന്ന ആ വസ്തു യുംകിനുൽ ഇന്തിഫാഉ ബിഹി. അപ്പൊ ഒരു മനുഷ്യനവന്റെ ശരീരത്തിന് ഒപ്പ് ചെയ്യാനൊന്നും പറ്റൂല. അതിന് മാല് എന്നല്ലല്ലോ പറയാ, മാല് എന്ന് പറയില്ല. നമ്മുടെ ശരീരത്തിനും നമ്മളെ അവയവങ്ങൾക്കൊന്നും മാല് എന്ന് പറയില്ല. ഞാൻ എന്നെ പള്ളിയൊക്കെ വഖഫാക്കി എന്ന് പറഞ്ഞു. എന്നെ ഞാൻ നമ്മളെ പള്ളിയിലേക്ക്, ജുമാഅത്ത് പള്ളിയിലേക്ക് ഞാൻ വഖഫാക്കി എന്നൊരാൾ പറഞ്ഞു. അത് ശരിയാവില്ല. അത് മാലല്ല, ധനം. ഹബ്സുമാലിനൊരു ധനം, അതിനെ സ്റ്റോപ്പ് ചെയ്യാം. എന്താണ് ആ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നുള്ളത് വിശദീകരിക്കും. യുംകിനുൽ ഇന്തിഫാഉ ബിഹി, അതുകൊണ്ടിട്ട് എന്തെങ്കിലും ഉപകാരം കരസ്ഥമാക്കാൻ സാധിക്കണം. മഅ ബഖാഇ ഐനിഹി, അതിന്റെ തടി അവശേഷിക്കുന്നതോടുകൂടെ. അപ്പൊ ഒരു നേരത്തെ ചോറ് ഞാൻ പള്ളിയിലേക്ക് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞു. ഒരു നേരത്തെ ചോറ് ഞാൻ പള്ളിയിലേക്ക് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വഖഫ് ശരിയാവില്ല. കാരണം ചോറെന്തിനാ? അത് തിന്നാനുള്ളതാ. ആ തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സാധനം അവിടെ ഉണ്ടാവില്ല. അപ്പൊ ആ സാധനം, ആ വസ്തു അവശേഷിക്കുന്നതോടുകൂടെ, നേരെ മറിച്ച് തെങ്ങ് പള്ളിയിലേക്ക് വഖഫ് ചെയ്തു എന്ന് പറയാ, അതിന്റെ തേങ്ങ പറിച്ചെടുത്താലും തെങ്ങ് അവിടെ ബാക്കിയുണ്ടാവും. അപ്പൊ ആ വസ്തുവിന്റെ തടി അവിടെ അവശേഷിക്കുന്നതോടുകൂടെ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത
ഒരു മുഅ്തദിയായ ഒരു പരിഗണിക്കപ്പെടുന്ന ഒരു ടൈം അത്രയേ ഉള്ളൂ. ഖിയാമത്ത് നാൾ വരെ ഇവിടെ എല്ലാ സാധനം കൂടി ബാക്കി ഉണ്ടാവുമോ? ഖിയാമത്ത് നാൾ വരെ എല്ലാം കൂടി ബാക്കി ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഒരു നിശ്ചിത ടൈം വരെ അതിന്റെ തടി അവശേഷിക്കുന്നതോട് കൂടെ അതുകൊണ്ട് ഉപകാരം എടുക്കാൻ സാധിക്കണം. ഉദാഹരണം, തെങ്ങ് പള്ളിയിലേക്ക് കൊടുക്കുക. പള്ളിയിലേക്ക് കൊടുക്കുക പറഞ്ഞാൽ വഖഫാവില്ല, പള്ളിയിലേക്ക് വഖഫ് ചെയ്യാം. മഅ ബഖായി ഐനിഹി ബിഖത്ഇ തസറുഫി, കണ്ടോ, ബിഖത്ഇ തസറുഫി ഫീ റഖബതിഹി. അതിന്റെ നിർവചനത്തിൽ നിന്ന് തന്നെ അതിന്റെ വിധി നമ്മൾക്ക് മനസ്സിലാകുകയാണ്. ബിഖത്ഇ തസറുഫി, ക്രിയാവിക്രയങ്ങൾ നിർത്തിവെക്കണം. ഫീ റഖബതിഹി, അതിന്റെ തടി. ക്രിയാവിക്രയം എന്ന് പറഞ്ഞാൽ വിൽപ്പന, ദാനം, അല്ലെങ്കിൽ അതിന് പകരം മറ്റൊരു വസ്തുവിനെ പകരമാക്കുക. ഇതാണ് കൊടുത്തിട്ട് വേറൊരു വസ്തു. ഇതൊക്കെ ക്രിയാവിക്രയങ്ങളാണ്. അങ്ങനെയുള്ള യാതൊരു വിധേനയുള്ള ക്രിയാവിക്രയങ്ങളും അതിന്റെ സ്വന്തം തടിയിൽ ഉണ്ടാവാൻ പാടില്ല. ബിഖത്ഇ തസറുഫി ഫീ റഖബതി, ആ നിലക്ക് അതുകൊണ്ടുള്ള ഉപകാരം എടുക്കുക. അങ്ങനത്തെ ഒരു മാല് അതിനെ ഹബ്സ് ചെയ്യണം. അത് ആ മസ്റഫി മുബാഹിന് അനുവദനീയമായ, ഞാൻ അടുത്ത അമ്പലത്തിലേക്ക് ഞാൻ എന്റെ ഒരു ഏക്കർ ഭൂമി ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു. ദേവസ്വം വക സ്വത്തുക്കൾ അത് വേറെ, വഖഫ് സ്വത്തുക്കൾ വേറെ, അതിനൊക്കെ ബോർഡുകളും വേറെ, കമ്മിറ്റികളും വേറെ, ക്രിയാവിക്രയങ്ങൾ അതിന്റെ കൈകാര്യങ്ങളൊക്കെ വേറെ. ഒന്നിന്റെ ഒരു കൂട്ടിച്ചേർക്കാൻ പറ്റൂല. അല്ലെങ്കിൽ കള്ളുഷാപ്പ് നടത്താൻ വേണ്ടി ഞാൻ എന്റെ ഇന്ന ബിൽഡിംഗ് വഖഫാക്കി എന്ന് പറഞ്ഞു. കള്ളുഷാപ്പ് നടത്താൻ വേണ്ടി എന്റെ ഇന്ന ബിൽഡിംഗ് ഞാൻ വഖഫാക്കി. ഏത് കാലത്തും കള്ളുഷാപ്പ് നടത്താൻ എന്റെ ബിൽഡിംഗ് ഞാൻ വിട്ടുതന്നു. ആ വഖഫ് ശരിയാവില്ല. അത് മസ്റഫ് മുബാഹല്ല. ഇസ്ലാം ശരീഅത്ത് അനുവദിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം, ഒരു വസ്തുവിന്റെ മേലിൽ ഒരു കാര്യത്തിലേക്ക് ആയിരിക്കണം ഈ ഹബ്സ്, ഈ ക്രിയാവിക്രയം, ഘടിയിലുള്ള ക്രിയാവിക്രയം നിർത്തിവെക്കുന്നത്. അപ്പൊ ഒരുപാട് നിബന്ധനകളോടുകൂടെയുള്ള ഒരു ഹബ്സാണ്. അത് ഓരോന്നിന്റെയും കാര്യങ്ങൾ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഇവിടെ നമ്മള് ബിഖത്ഇ തസറുഫി ഫീ റഖബതിഹി എന്ന് പറഞ്ഞ ആ ഭാഗമാണ് നമ്മൾക്ക് വിശദീകരിക്കാനുള്ളത്. ചില ഹദീസുകൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ഒന്ന് രണ്ട് ഹദീസുകൾ വായിക്കാം. ഇതാ മാത്തൽ മുസ്ലിമും, ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നത്തെ അമലുഹു, അവന്റെ അമലുകൾ മുൻപത്തെയായി. കാരണം അവൻ ചലനമറ്റു, അവന്റെ ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിഞ്ഞു. അവന്റെ ആത്മാവിന്റെ പ്രവർത്തനം അവന്റെ ശരീരത്തിലൂടെയായിരുന്നു. അവൻ നിസ്കരിച്ചിരുന്നത്, അവൻ നോമ്പ് നോറ്റിരുന്നത്, അവൻ സക്കാത്ത് കൊടുത്തിരുന്നത്, അവൻ ദിക്റ് ചൊല്ലിയിരുന്നത്, അവൻ ഖുർആൻ ഓതിയിരുന്നത് എല്ലാം അവന്റെ ആത്മാവ് ചെയ്തിരുന്നത് അവന്റെ ശരീരത്തിലൂടെയായിരുന്നു. ആ ശരീരവും ആത്മാവും വേർപിരിഞ്ഞു. അതാണല്ലോ മരണം എന്ന് പറയുന്നത്. അപ്പൊ ഇനി ആ ശരീരത്തെ ചലിപ്പിക്കാൻ ഈ ആത്മാവിന് കഴിയാത്തത് കൊണ്ടിട്ട് അവന്റെ ആ ബാഹ്യമായ അവന്റെ അമലുകളൊക്കെ നിന്നുപോയി. ഇല്ലാമിൻ സലാസിൻ, ഉദാഹരണമാണത്. ഇല്ലാമിൻ സലാസിൻ എന്ന് പറഞ്ഞത് ഒരു ഉദാഹരണമാണ്. 3 കാര്യം അതുപോലത്തതും എന്നാണ് അതിന്റെ അർത്ഥം. ഒന്ന് സദഖത്തുൻ ജാരിയ, ഔ ഇൽമുൻ യന്തഫഉ ഔ വലദുൻ സാലിഹുൻ യദഉ ലഹു. നമ്മൾ സാധാരണ ഓതുന്ന ഹദീസാണ്. ഒന്ന് ജാരിയായ സദഖ. സദഖ എന്ന് പറഞ്ഞാൽ ഈ സമ്പത്തിന്റെ സദഖ തന്നെ ഇക്കോളും. സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ, മുറിഞ്ഞു പോകാത്ത ഒരു സദഖ എന്ന് പറഞ്ഞ് ആ ഒരു സദഖത്തുൻ ജാരിയ എന്നത് വഹമലൽ ഉലമാഉ വസദഖത്തുൽ ജാരിയത അലൽ വഖഫി, ഈ ജാരിയായ സദഖ എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് വഖഫാണ് എന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കത് മതി. മുൻഗാമികളായ ഇമാമിങ്ങളും ഉലമാക്കളും തീരുമാനിച്ചാൽ അത് മതി.
അപ്പൊ സദഖത്തുൻ ജാരിയ. അപ്പൊ വഖഫ് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സദഖത്തുൻ ജാരിയാണ്. അവൻ മരിച്ചു പോയാലും അതിന്റെ പ്രതിഫലം അവന്റെ ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ വഖഫ് സ്വത്ത് അവശേഷിക്കുന്ന ആ കാലം വരെ. അപ്പൊ സദഖത്തുൻ ജാരിയ എന്ന് പറയുന്ന നിലനിൽക്കുന്ന ഒരു സദക്ക എന്ന് പറയുമ്പോൾ, മുറിഞ്ഞു പോകാത്ത സദക്ക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നിർവചനത്തിലേക്ക് തന്നെ എത്തിച്ചേരുകയാണ്. തസറുഫി എന്ന് പറഞ്ഞില്ലേ, അതിന്റെ തടിയിൽ ക്രിയാവിക്രയങ്ങളൊന്നും ചെയ്തു പോകരുത്. അത് ബാക്കിയാണ്. മാ ബക്കായി അയിനിഹി, അയിന് ബാക്കിയാവണം. എങ്കിലല്ലേ ജാരിയാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ജാരിയാവുമല്ലോ. അപ്പൊ ഈ ഹദീസും അതിലേക്ക് തന്നെയാണ് നമ്മൾക്ക് വെളിച്ചം വീശുന്നത്. അതിപ്പോ മുസ്ലിമിന്റെ ഹദീസാണ്. ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസില് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഒരു ഭൂമി വഖഫ് ചെയ്തു. ഭൂമി വഖഫ് ചെയ്തിട്ട് അതിന്റെ സ്വഭാവങ്ങൾ വിവരിച്ചു. അതിന്റെ സ്വഭാവങ്ങൾ വിവരിച്ചതാ. എന്താണ് അതിന്റെ സ്വഭാവം? അന്നഹാ ലാ തുബാഉ അസ്ലുഹാ വലാ യുറസു വലാ യുഹബു. ഞാൻ ഈ വഖഫ് ചെയ്ത ഭൂമി, അതുകൊണ്ടുള്ള ഉപയോഗം, അതുകൊണ്ടുള്ള ഉപകാരം എടുക്കുക എന്നതല്ലാതെ ആ ഭൂമി തന്നെ അതിന്റെ സ്വന്തം ഭൂമി. വളരെ ശ്രദ്ധിക്കണം, പള്ളി കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഉണ്ടാവും. മുത്തഅല്ലിമീങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. ഏതായാലും ഒരു ക്ലാസ് അല്ലേ, വെറുതെ സമയം കളയല്ലേ. അപ്പൊ ശ്രദ്ധിച്ചോളി, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും ചെയ്തോളി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല എന്ന നിബന്ധന വെച്ചതെന്താണ്? അന്നഹാ ലാ തുബാഉ അസ്ലുഹാ വലാ യുറസു വലാ യുഹബു. അതിനെ വിൽക്കപ്പെടാൻ പാടില്ല, ഭൂമി വിൽപ്പന നടത്തപ്പെടാൻ പാടില്ല, അത് മറ്റുള്ളവർക്ക് അനന്തരമായിട്ട് എടുക്കാൻ പാടില്ല, അതിനെ ദാനമായി നൽകപ്പെടാൻ പാടില്ല. വലാ യുഹബു. അതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലായത് ഈ ഹബസ് തന്നെ, സ്റ്റോപ്പ്, അതിന്റെ ഭാഷാപരമായ അർത്ഥത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരാശയം അതുതന്നെയാണ് അതിന്റെ സാങ്കേതികമായ ഇസ്തിലാഹിയായ ശറഈയായ അർത്ഥത്തിലും അതിൽ സംബന്ധമായ വന്ന ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് തന്നെ. ഇനി ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അന്നൽ മിൽക്ക, നല്ലപോലെ ശ്രദ്ധിക്കണം. കമ്മിറ്റി ഭാരവാഹികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ കമ്മിറ്റിയിൽ വന്ന ആൾക്കാരുണ്ടാവും. എന്തെങ്കിലുമൊക്കെ പള്ളിയിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു പരിവർത്തനം വരുത്തണം, പഴയ കമ്മിറ്റിക്കാർ ചെയ്യാത്തത് എന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാകും. സ്വാഭാവികമാണ്, അങ്ങനെ തോന്നും വേണം. എന്നാൽ നമ്മളൊരു കാര്യം ചെയ്യുക, അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന 10 ഏക്കർ സ്ഥലം ഉണ്ടല്ലോ, വലിയ കാര്യമായ വരുമാനമൊന്നുമില്ല, അതങ്ങോട്ട് വിറ്റിട്ട് ഒറ്റപ്പാലം ടൗണിൽ ഒരു ബിൽഡിംഗ് വാങ്ങാം. എന്നാൽ മാസം അതിന്റെ വാടക ഇങ്ങനെ വാങ്ങിക്കൊടുന്നാല് ഈ വരിസംഖ്യ കുറച്ചാണ് നിർത്തുകയും ചെയ്യുക, ഉസ്താദിന്റെ ശമ്പളം കുറച്ച് കൂട്ടുകയും ചെയ്യുക, ബാക്കി നമുക്ക് ബാങ്കിലിടുകയും ചെയ്യാം. അപ്പൊ നമുക്ക് കൊല്ല വാർഷിക വരവ് ചെലവ് കണക്ക് വായിക്കുമ്പോ മിച്ചം ഇത്രയെന്ന് പറഞ്ഞ് വായിക്കാലോ. കഴിഞ്ഞ വാർഷിക യോഗങ്ങളിലൊക്കെ കടം ഇത്രയാണ് ഇന്ന് വായിച്ചിരുന്നത്. പുതിയ കമ്മിറ്റി വന്നതിന്റെ ശേഷം മിച്ചം ബാക്കിയുള്ള സംഖ്യ എത്രയാണ്. അൽഹംദുലില്ലാഹ്, കമ്മിറ്റി തന്നെ തുടരണം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അത്രക്കാര് വളരെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അല്ലദ്ഹറു അന്നൽ മിൽക ഫീ റക്ബത്തിൽ മൗഖൂഫി. ഒരു വസ്തുവിനെ വഖഫ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ഉടമസ്ഥത യന്തഖിലു ഇലല്ലാഹി തആല, അത് അല്ലാഹുവിലേക്ക് നീങ്ങി. ഒരു വസ്തുവിനെ ഞാൻ പള്ളിയിലേക്കോ മദ്രസയിലേക്കോ യതീംഖാനയിലേക്കോ അറബിക് കോളേജിലേക്കോ അല്ലെങ്കിൽ ഒരു യതീം കുട്ടിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലോ ഞാൻ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിന്റെ ഉടമസ്ഥത അത് അള്ളാഹുവിലേക്ക് നീങ്ങി. അപ്പൊ ഇതുവരെ ആരുടമസ്ഥ? അള്ളാഹ്ക്ക് ഇതുവരെ ഉടമസ്ഥതയൊന്നുമില്ലേ? അള്ളാഹ് ഫഖീറ. അപ്പൊ അതിന്റെ ഉദ്ദേശം പറയുക, എല്ലാ വസ്തുവിന്റെയും, ഭൂമി മാത്രമല്ല ലോകത്ത് അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തിന്റെ മുഴുവത്തിന്റെയും സാക്ഷാൽ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആർക്കും ഒരു പെർമിറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് അതിന് ക്രിയാവിക്രയം ചെയ്യാനുള്ള ഒരു പെർമിറ്റ്. പക്ഷെ ആലങ്കാരികമായി ഞാനിപ്പോ വലിയ മുതലാളിയാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ ഉടമയാണ്, 10 ഏക്കർ ഭൂമിന്റെ ഉടമയാണ് ഞാൻ, അല്ലെങ്കിൽ 50 ഏക്കർ റബ്ബർ തോട്ടത്തിന്റെ ഉടമയാണ്. എല്ലാവരും ഇങ്ങനെ വലുത് പറയല്ലോ, ഞാൻ ഉടമയാണ്, ഞാൻ മാലിക്കാണ്, ഉടമസ്ഥനാണെന്നൊക്കെ പറയും. ഇതൊരു ആലങ്കാരികമായ പ്രയോഗമാണ്. എല്ലാ വസ്തുക്കളുടെയും സാക്ഷാൽ ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണ്. പക്ഷെ അള്ളാഹു അവന്റെ ഈ ഭൂമിയിലുള്ള വസ്തുക്കൾ, ആ വസ്തുക്കൾ ക്രിയാവിക്രയം ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹു അത് നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വീതിച്ച് ഓരോ വിഹിതം ഓരോ ആളുകളെ ഏൽപ്പിച്ചതാണ്. അതിന്റെ ക്രിയാവിക്രയം നീ ചെയ്തോ, അവനിക്കൊരു പെർമിറ്റ് കൊടുത്തു. ആ പെർമിറ്റിനാണ് നമ്മൾ ആലങ്കാരികമായി ഉടമസ്ഥത എന്ന് പറയുന്നത്. അതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നത്, അയ്യംഫക്കു അൻ ഇഖ്തിസാസിൽ ആദമിയീന. അള്ളാഹുവിലേക്ക് നീങ്ങുക എന്ന് പറഞ്ഞാൽ ഈ പെർമിറ്റും ഇല്ലാതെ ആയി എന്നാണ് അതിന്റെ അർത്ഥം. ഈ പെർമിറ്റ് മാത്രമാണുള്ളത്. ആ പെർമിറ്റ് പിൻവലിച്ചു. ഒരു ചുവന്ന വര വരച്ചാല് സൗദിന്നോ ഖത്തറിന്നോ UAEന്നോ വരുമ്പോ ആ പാസ്പോർട്ടില് ചുവന്ന വര വരച്ചു, എന്നാ പിന്നാണ് പ്രവേശിക്കാൻ പറ്റുമല്ലോ. ആ അനുവാദം പിൻവലിച്ചു എന്നാ. അവരുടെ രാജ്യത്തിലേക്ക് ചെല്ലാനുള്ള അനുവാദം അവർ പിൻവലിച്ചു. അപ്പോ ആ അനുവാദം, ഇങ്ങോട്ട് പ്രവേശിക്കുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞ NOC, ആ അനുവാദം പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നാണ് പ്രവേശിക്കാൻ പറ്റൂല. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ഏക്കർ ഭൂമി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 1000 തെങ്ങ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു 100 തെങ്ങ് അത് അല്ലാഹു അവനിക്ക് ക്രിയാവിക്രയം ചെയ്യാൻ വേണ്ടി അവൻ ഏൽപ്പിച്ചതാ. അത് വഖഫുലില്ലാ, വഖഫുലില്ലാ. ഞാൻ ഈ തെങ്ങ്, അല്ലെങ്കിൽ ഈ കവുങ്ങ്, അല്ലെങ്കിൽ ഈ ഭൂമി ഞാൻ പള്ളിയിലേക്ക്, അല്ലെങ്കിൽ മദ്രസയിലേക്ക്, അല്ലെങ്കിൽ യതീംഖാനയിലേക്ക്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിന്, ഇന്ന കിണറ് മുസ്ലിമീങ്ങൾക്ക്, അല്ലെങ്കിൽ നാട്ടുകാർ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ വഖഫ് ചെയ്തു എന്നുള്ള ഈ വാചകം, നാവ് വല്ലാത്ത സാധന. അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ട് ഒരാൾ പാലം കിടക്കാൻ വേണ്ടിയിട്ട് പുഴന്റെ അക്കരെ കിടക്കണം, പാലം വേണം, പാലം വെക്കാനൊന്നുമില്ല. അപ്പൊ ഒരാൾ തമാശ പറഞ്ഞത്, അപ്പൊ ഒരാൾ കൂന്നൊരൊറ്റ കൂക്കല്. ഇപ്പൊ കുട്ടികൾക്ക് കൂക്കാനും അറിയില്ല. പഴയ ആൾക്കാർക്കൊക്കെ ഇപ്പൊ ഈ പുതിയ മൊബൈലൊക്കെ വന്നതുകൊണ്ട് കൂക്കാൻ അറിയില്ല. കാരണം അതിന്റെ ആവശ്യമില്ല, ഇതിൽ വെച്ചാൽ മതി. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇവിടുന്നാണ് കൂക്കിയിട്ടുണ്ടെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് കേൾക്കും. 1 കിലോമീറ്റർ അപ്പുറത്ത് പുഴന്റെ അക്കരക്ക് അത്രയൊന്നും ദൂരമല്ലല്ലോ. അപ്പൊ ഇവിടുന്ന് അക്കരക്ക് എത്തുന്ന നിലക്കൊരു കൂക്കല്, അതാ പാല അയിമുകളിൽ നടന്നുപോയിന്ന. ഇതൊരു തമാശയായി പറഞ്ഞതാണെങ്കിലും ശർഈയായ ഒരുപാട് കാര്യങ്ങൾ ഈ തൊള്ളോണ്ടുണ്ടാക്കുന്നുണ്ട്, ഈ നാവ് കൊണ്ട്. വല്ലാത്ത സാധന. എന്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നോ, നീ വിവാഹം ചെയ്തു തന്ന് ഞാൻ സ്വീകരിച്ചു. 2 ആൾ 2 വാക്കേ പറഞ്ഞുള്ളൂ. ഹറാമായ ഒരു കാര്യം ഹലാലായി. നോക്കാണ് ആ വാക്കിന്റെ ഒരു ശക്തി. അതേ മനുഷ്യൻ തന്നെ എന്റെ ഭാര്യനെ ഞാൻ തലാഖ് ചൊല്ലി, ആ നാവുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ ഹലാല് പിന്നെ ഹറാമായി. ഇങ്ങനെ വാക്കുകൊണ്ടാണ് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ വാക്കുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്കിന് വലിയ ശക്തിയാണ്. എന്നതുപോലെ എന്റെ ഒരു ഭൂമി, എന്റെ ഒരു തോട്ടം, എന്റെ ഇന്ന വസ്തു ഞാൻ എനിക്ക് വഖഫ് ചെയ്തു എന്നുള്ള ആ വാചകം ഇവന്റെ വഖഫ് ചെയ്തു.
വഖഫ്തു, ഹബ്ബസ്തു, സബ്ബൽതു, അതൊക്കെ അതിന്റെ പദങ്ങളാണ്. മലയാളത്തിൽ നമ്മൾ വഖഫ് ചെയ്തു. പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്രിയാവിക്രയത്തിനുള്ള ആ അധികാരം, ആ പെർമിറ്റ് അതോടുകൂടെ ക്യാൻസലായി. ഇവൻ ക്യാൻസലാക്കി. ക്രിയാവിക്രയ അധികാരം ഈ പറഞ്ഞവൻ ക്യാൻസലാക്കി. ഇനി അവനിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ അത് ക്രിയാവിക്രയം ചെയ്യാനുള്ള അധികാര അവകാശങ്ങളൊന്നും ഇല്ലാതെയായി. നല്ലോണം ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഞങ്ങൾ മിൻഹാജിൽ പറഞ്ഞത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ വഖഫ് എന്ന് പറയുന്ന ആ വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം സ്റ്റോപ്പ് ചെയ്യുക, നിർത്തിവെക്കുക എന്നാണ്. അതിന്റെ അർത്ഥം അതിന്റെ ക്രിയാവിക്രയം നിർത്തിവെക്കുക. അത് തന്നെയാണ് അതിന്റെ ശറഈയായ അർത്ഥം, അത് തന്നെയാണ് അതിന്റെ വിധിയും. അപ്പൊ മൗഖൂഫായ വസ്തുവിനെ നല്ലപോലെ ശ്രദ്ധിക്കണം. ഞാൻ കാര്യങ്ങൾ കുറീശെ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് പറയുന്നത്. കാരണം ഇതൊരു മസ്അലയാണ്. ഇതിൽ പറയുന്നതിൽ പിഴവ് പറ്റിയാൽ അതും അപകടമാണ്. കേൾക്കുന്നവർ പകുതി മനസ്സിലാക്കാതിരുന്നാൽ അതും അപകടമാണ്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭൂമി വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്തു. അതിന്റെ ക്രിയാവിക്രയം, അത് വിൽപ്പന നടത്താൻ പാടില്ല. അത് കൊടുത്തിട്ട് അതിനേക്കാൾ അത് മറ്റൊന്നിന് പകരമാക്കാൻ പാടില്ല, ദാനമായിട്ട് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അനന്തര സ്വത്തായിട്ട് മറ്റുള്ളവർക്ക് വീതിച്ചെടുക്കാൻ പാടില്ല. യാതൊരു വിധത്തിലുള്ള കൈമാറ്റങ്ങളും ക്രിയാവിക്രയങ്ങളും അതിന്മേൽ ചെയ്യാൻ പാടില്ല. അതിന്റെ ഉപകാരം ഏത് രീതിയിലാണ്? ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അത് വാടകയ്ക്ക് കൊടുത്തിട്ട് അതിന്റെ വാടക വാങ്ങിയിട്ട് ഉപയോഗിക്കുക. ഒരു ഉദാഹരണം. ഒരു തെങ്ങാണെങ്കിൽ അതിന്റെ തേങ്ങ പറിച്ചെടുത്തിട്ട് അത് ഉപയോഗിക്കുക. അതൊക്കെ അതിന്റെ ഉപയോഗങ്ങളാണ്. ഇങ്ങനെ ഒരു വണ്ടിയാണെങ്കിൽ അത് യാത്ര, ഒരു കാറാണ് വഖഫ് ചെയ്തത്, ഒരു ബസ്സാണ്, എന്നാൽ അത് യാത്രയ്ക്ക് ഉപയോഗിക്കുക. ബസ് ഓടിയിട്ട് അതിന്റെ പൈസ കിട്ടുക. കാറാണെങ്കിൽ അതിൽ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ യാത്രയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുക. ഇവന് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുക. ആരോ എല്ലാം വഖഫ് എന്നുണ്ടെങ്കിൽ തേങ്ങ തിന്നാനും പറ്റും, അരക്കാനും പറ്റും, വിൽക്കാനും പറ്റും. അതതിന്റെ നെഫ്ത. തെങ്ങിന്റെ ഉപയോഗം എന്താണ്? തെങ്ങിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കാഴ്ച വസ്തുവായിട്ട് നിർത്തലല്ലോ, അതിന്റെ തേങ്ങട്ടിട്ട് ഉപയോഗിക്കലല്ലേ. അപ്പൊ അതിന്റെ ഇന്തിഫാ എന്ന് പറഞ്ഞിൽപ്പെട്ടതാണത്. റാത്ത് എന്ന് പറയുന്നത് അതിന്റെ പഴല്ല, അതിന്റെ സമറത്ത്. അതിന്റെ സമറത്ത് ഒഴിച്ചിട്ടുള്ള ആ വൃക്ഷത്തിനാണ് അതിന്റെ റക്ബത്ത് എന്നും അതിന്റെ ഐനി എന്നും അതിന്റെ റാത്ത് എന്നും ഒക്കെ പറയുന്നത്. അപ്പൊ അത് കൊത്തിമുറിച്ചാൻ പാടില്ല, അല്ലെങ്കിൽ അതിന് പകരം ഒരു തെങ്ങ് കൊടുത്തിട്ട് മറ്റൊരു തെങ്ങ് പകരമാക്കാൻ പാടില്ല. നേരെ മറിച്ച് അതിന്റെ പട്ട, അതിന്റെ തേങ്ങ, അതിന്റെ മറ്റുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതിന് വിരോധമല്ല. ഉണങ്ങി വീഴുന്ന പട്ടുണ്ടാവില്ലേ, വിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ പൈസ ഉപയോഗിക്കാൻ വേണ്ടി. ഇനി വിരോധമല്ല. പിന്നെ അപ്പൊ ഇങ്ങനെയുള്ള ക്രിയാവിക്രയങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോ നമ്മൾക്കുള്ള ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ മദ്ഹബ് പ്രകാരം ആണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റു മദാഹിബുകളിലേക്ക് കടന്നാലുള്ള വിശദീകരണങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്. വിശദീകരണങ്ങൾ അപ്പോ അത് വിൽക്കാനോ ദാനമായി നൽകാനോ ഒന്നിനും പാടില്ല. അത് ലാഭകരമാണെന്ന് തോന്നിയാലും ശരി. ഇപ്പൊ നമ്മൾക്ക് എവിടെങ്കിലും ഒരു 10 ഏക്കർ പറമ്പ്, ഒരു കുന്നിന്റെ മുകളിൽ ഒരു 10 ഏക്കർ പറമ്പുണ്ട്.
ആ പറമ്പ് അവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടന്നിട്ട് നികുതി അടക്കവും വേണം പള്ളിയിലേക്കോ മറ്റോ, അതുകൊണ്ട് വലിയൊരു വരുമാനം കിട്ടുന്നില്ല എന്നാൽ അതവിടെ വിറ്റാൽ അതിന്റെ അയൽവാസികൾക്ക് ആർക്കെങ്കിലും വിറ്റാല് അത് അത്രയും പൈസ കൊണ്ട് ഇവിടെ നമ്മൾ അങ്ങാടിയിൽ ഒരു ബിൽഡിംഗ് വാങ്ങുകയാണെച്ചെങ്കിൽ മാസം തോറും നല്ല വരുമാനം ഉണ്ടാകും. അപ്പൊ അതല്ലേ ലാഭകരമായത്. അതുകൊണ്ട് അത് വിറ്റ് കാശാക്കിയിട്ട് ബിൽഡിംഗ് വാങ്ങാൻ പറ്റുമോ എന്നൊരു സംശയം പലപ്പോഴും പല കമ്മിറ്റി ഭാരവാഹികൾക്കും ഉണ്ടാകാറുള്ള ഒരു സംശയമാണ്. ഒരുപാട് ചോദ്യങ്ങൾ അത് സംബന്ധമായിട്ടുണ്ടാകാറുണ്ട്. അത് വിൽക്കാൻ പറ്റൂല. റബ്ബർ 300 ഏക്കറോളം വരുന്ന, അത് പിന്നെ അതിന്റെ മസലല്ല പറയുന്നത്, ഒരു അനുഭവം പറയാം. ഒരു 200-300 ഏക്കർ റബ്ബറും തോട്ടം വിറ്റിട്ട് വലിയൊരു ടൗണിൽ ഒരു സ്ഥാപനത്തിന്റെ കമ്മിറ്റിക്കാര് അത് വിറ്റിട്ട് ഒരു ടൗണില് ബിൽഡിങ്ങുകൾ വാങ്ങി. പിന്നെ റബ്ബറിനാണ്ട് വില കയറി നോക്കുമ്പോ ബിൽഡിംഗിൽ നിന്ന് കിട്ടുന്നതിന്റെ എത്രയോ ഇരട്ടിയ റബ്ബറിന്. ഇനിയിപ്പോ വിറ്റുകാണ്ട് ആ റബ്ബറും തോട്ടം വാങ്ങാൻ കഴിയുമോ? ഇനി അത് വിറ്റ് റബ്ബറും തോട്ടം വാങ്ങി വിചാരിക്കുക, പിന്നെപ്പോ റബ്ബറിന് വില കുറഞ്ഞു. ഇപ്പൊ നോക്കുമ്പോ ആർക്കും റബ്ബറും തോട്ടം വേണ്ട, ഉള്ളത് തന്നെ ഇപ്പൊ വെട്ട് നിർത്തുകയാണ്. ഇതാണ് വമാതദ്രി നഫ്സു മാദാ തക്സിബു ഗദൻ. ചില കമ്മിറ്റിക്കാരിങ്ങനെ വരും, വന്നിട്ട് പറയും ഞങ്ങൾക്കൊരു അവിടെ ഒരു 10 സെന്റ് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ 20 സെന്റ് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലമുണ്ട്, അതിനൊന്നും ഉണ്ടാക്കാൻ പറ്റൂല, ഒരു ഉപയോഗത്തിനും പറ്റൂല. അപ്പൊ ഞങ്ങൾ പറയും നിങ്ങളെ കമ്മിറ്റി ആകാൻ പറ്റൂല, ആദ്യം വേണ്ട നിങ്ങളെ മാറ്റിയിട്ട് പുതിയ കമ്മിറ്റി തെരഞ്ഞെടുക്കുക. ഒന്നും വേണ്ട, അതിൽ വെറുതെ ഒരു തേക്കിന്റെ തൈ വിളിച്ചിട്ടാ പോരെ, അല്ലെങ്കിൽ മാഗണി വിളിച്ചിട്ടാ പോരെ. പിന്നെ അത് തിരിഞ്ഞു നോക്കണ്ട, 10 കൊല്ലം കഴിഞ്ഞിട്ട് വെട്ടാനാണ് ചെന്നാൽ മതി. ലക്ഷക്കണക്കിന് റുപ്യക്ക് വിൽക്കാൻ സാധിക്കും. മഴ പെയ്യനോടുകൂടെ എല്ലാ അങ്ങാടിയിലും തേക്കിൻ തയ്യും മാഗണിന്റെ തയ്യും ഒക്കെ വാങ്ങാൻ കിട്ടും. അതിനിപ്പോ പള്ളിയിൽ നിന്ന് ഇപ്പൊ ഇവിടെ വെള്ളിയാഴ്ച ജുമാന്റെ ശേഷം വരിക, ആ പുസ്തകം ഒന്ന് എടുത്തു വെക്കുക, പിന്നെ അത് കൂട്ടി വെച്ചിട്ടാണ് പോകും. പിന്നെ അടുത്ത വെള്ളിയാഴ്ചയിലേ കാണുള്ളൂ. ഇത് തടി കുറച്ച് ഇളകണം, അപ്പൊ ആ കമ്മിറ്റിനെ മാറ്റിയേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ അവരൊന്നും പറയില്ല, അല്ലാതെ എന്താ പറയാ. അപ്പോ ഇത് വിൽപ്പന നടത്താനുള്ള ഒരു വകുപ്പില്ല. എന്തെങ്കിലും ഒരു ഉപയോഗം ഈ കൂടുതൽ ലാഭകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അത് യഥാർത്ഥത്തിൽ ലാഭകരം ആവണം എന്നില്ല. ഇന്ന് നമ്മൾക്ക് ലാഭകരമാണെന്ന് തോന്നുന്നത് നാളെ അത് ലാഭകരമായിക്കോളുന്നില്ല. ഇനി ആ ലാഭകരമാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ വഖഫ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വിധി അതിന്റെ ക്രിയാവിക്രയങ്ങൾ നിർത്തിവെച്ചു. അതിൽ പിന്നെ ക്രിയാവിക്രയങ്ങൾ നടത്താൻ പാടില്ല. പിന്നെ അവിടെ ഒരു മസല ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞല്ലോ ശ്രദ്ധിക്കണം, വെറുതെ ഇടങ്ങേറുണ്ടാകരുത്. ഇപ്പൊ നമ്മളുടെ ശരീരം ഒരാൾ മരിക്കാൻ പോവാണ്. ഒരു ഉദാഹരണം കേട്ടോളൂ. ഒരാളിങ്ങനെ ഭക്ഷണം കിട്ടാതെ ഏതോ ഒരു വിജനമായ സ്ഥലത്ത് പോയി പെട്ട് ഒരു ഭക്ഷണ സാധനം പുല്ല് പോലും അവിടെ പറിച്ചു തിന്നാനില്ല. ഒരു കുന്നിന്റെ മുകളിൽ ഒരു പാറപ്പുറത്ത് പോയി പെട്ടു. ആ സമയത്ത് ഒരു ഭക്ഷണം കിട്ടാനില്ലാതെ ഇവൻ മരിക്കാൻ പോവുകയാണെന്ന് കണ്ടാൽ ഇവന്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഒരു ഭാഗത്തുനിന്ന് മാംസം മുറിച്ചെടുത്തിട്ട്, മരിക്കാൻ പോകുമ്പോ പിന്നെ വേദനയൊന്നും അത്ര പ്രശ്നം ഉണ്ടാവില്ല, മാംസം മുറിച്ചെടുത്തിട്ട് അത് തിന്നാൽ തൽക്കാലം മരണത്തിൽ നിന്ന് രക്ഷപ്പെടും. അതും വിശക്കുമ്പോഴേക്ക് ആരെങ്കിലും വല്ല ഭക്ഷണം കൊടുന്നേരാനും സാധ്യത ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നാൽ അവന്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് ഭക്ഷിക്കുന്നതിന് വിരോധമല്ല, ശവം ഭക്ഷിക്കുന്നതിന് വിരോധമല്ല. മറ്റൊരാളുടെ ശവം അല്ലെങ്കിൽ മറ്റൊരാളുടെ മയ്യത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് കഴിക്കുന്നതിന് വിരോധമല്ല, സ്വന്തം ശരീരത്തിൽ മുറിച്ചെടുക്കുന്നതിന് വിരോധമല്ല. അതെന്താ? ശരീരത്തിന്റെ കുറച്ച് ഭാഗാണ്ട് പോയാലും ബാക്കിയുള്ളത് അവിടെ അവശേഷിക്കുമല്ലോ എന്നതാണ് അതിന്റെ തത്വം. അതേ തത്വം തന്നെ വഖഫിലുണ്ട്. ശ്രദ്ധിക്കണം. അതെന്താണ്? ഒരു ഉദാഹരണം,
ഇപ്പൊ നമ്മൾക്കൊരു 10 സെന്റ് സ്ഥലം, ഒരു പുഴന്റെ വക്കത്ത് 10 സെന്റ് സ്ഥലം വഖഫ് കിട്ടി. ആ പുഴയിൽ കൂടി ഇങ്ങനെ വർഷാവർഷങ്ങളിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുമ്പോ പുഴന്റെ വക്കത്തുള്ള ഈ 10 സെന്റ് സ്ഥലം കുറേശ്ശെ പുഴയിലേക്ക് ഇങ്ങനെ ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. 10 ഉള്ളത് 9.5 പിന്നെ 9.25 പിന്നെ 9 8.25 അങ്ങനെ ചുരുങ്ങി വന്നോണ്ടിരിക്കുക. ഇന്നിടക്ക് പോവുകയാണെങ്കിൽ ഒരു 10-15 വർഷം കഴിയുമ്പോഴേക്ക് ആ 10 സെന്റും പുഴയിലേക്ക് അലിഞ്ഞു ചേരും. പിന്നെ സ്ഥലം ഉണ്ടാവില്ല. ആ ഭാഗം ഷെയ്ഡ് കെട്ടി പുഴന്റെ അടിയിൽ നിന്ന് ഷെയ്ഡ് കെട്ടി ഉയർത്തി വരികയാണെച്ചെങ്കിൽ ഈ 10 സെന്റ് സ്ഥലത്തിന് പോയിട്ട് 10 സെന്റ് സ്ഥലത്തിന്റെ പൈസ എന്തായാലും തികയില്ല. ഇവിടെ കമ്മിറ്റിയിലോട്ട് പൈസയില്ല, അതിന് ഒഴിഞ്ഞ പൈസ വേണ്ടേ. ഇങ്ങനെ വരുമ്പോ ഒരാൾ പറഞ്ഞു, അതിന്റെ തൊട്ടടുത്തുള്ള ഒരാൾ പറഞ്ഞു, അതിൽ നിന്നൊരു 4 സെന്റ് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ഇത്ര റുപ്യ തരാം. 50,000 റുപ്യ വീതം അയാളെ സ്വന്തം വീട്ടിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി അയാൾക്ക് അവിടെ 4 സെന്റ് സ്ഥലം വേണം. ഞാനൊരു 2 ലക്ഷം റുപ്യ തരാം. അപ്പോ ആ 2 ലക്ഷം റുപ്യക്ക് അയാൾക്ക് ആ സ്ഥലം കൊടുത്താൽ ആ 2 ലക്ഷം റുപ്യ കൊണ്ട് ബാക്കിയുള്ള സ്ഥലം അവിടെ പടുത്ത് ബാക്കിയുള്ള 4 സെന്റ് കഴിച്ച് ബാക്കി 6 സെന്റ് സ്ഥലം സംരക്ഷിക്കാൻ സാധിക്കും. ഉദാഹരണക്ക് മനസ്സിലായോ? ഒരു പുഴന്റെ വക്കത്ത് 10 സെന്റ് സ്ഥലം നമുക്ക് വഖഫ് കിട്ടി. കൊല്ലം വെള്ളം വരുമ്പോ അതിങ്ങനെ പുഴയിലേക്ക് ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 10-15-20 കൊല്ലം കഴിയുമ്പോഴേക്ക് ഈ 10 സെന്റും ഇല്ലാതെയാവും, നശിച്ചു പോകും. അതിനെ ഫുള്ളായിട്ട് മുഴുവനായിട്ട് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതിന്റെ ഷെയ്ഡ് കെട്ടണം. അതിനുള്ള പൈസയില്ല, സൗകര്യമില്ല. അപ്പൊ അതിൽ നിന്നൊരു 4 സെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 6 സെന്റ് രക്ഷിക്കാൻ സാധിക്കും. എന്നാൽ അവിടെ ആ 4 സെന്റ് വിൽക്കുന്നതിന് വിരോധമല്ല. നമ്മൾ മരിക്കാൻ പോകുന്ന സമയത്ത് വേറെ ഭക്ഷണമൊന്നും കിട്ടണമെങ്കിൽ ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചിട്ട് നമുക്ക് തിന്നാലോ എന്നതുപോലെ ബാക്കിയുള്ളതിനെ രക്ഷിക്കാൻ വേണ്ടി കുറച്ച് ഭാഗം വിൽപ്പന നടത്തേണ്ടതായി വന്നാൽ വിൽപ്പന നടത്തുന്നതിന് വിരോധമില്ല. അതൊരു ലറൂറത്തിന്റെ മസലയാണത്. ഇനി അതേമാതിരി തന്നെ മുഴുവൻ വിൽക്കേണ്ട അവസ്ഥയും വരും. മുഴുവനും അവിടെ ഒരു 10 സെന്റ് സ്ഥലം, ആ 10 സെന്റ് സ്ഥലം മസല അങ്ങനെ പറഞ്ഞു. ഒരു 10 സെന്റ് സ്ഥലം, ആ 10 സെന്റ് സ്ഥലം വിൽപ്പന നടത്താൻ ഒരു നിവൃത്തിയില്ല. അതിങ്ങനെ ഇടിഞ്ഞ്, നമ്മൾ പറഞ്ഞ അതേ 10 സെന്റ് തന്നെ അതിങ്ങനെ ഇടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അതൊരു 10-15-20 കൊല്ലാകുമ്പോഴേക്ക് അത് മുഴുവൻ ഇടിഞ്ഞ് പോകും. നമ്മൾക്ക് ഏകദേശം ബോധ്യമായി, നമ്മളെ കമ്മിറ്റിക്കാർക്ക് ബോധ്യമായി. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരിക്ക് 2-4 സെന്റ് വിറ്റുകാണിത് പടുക്കണമെന്ന് വിചാരിച്ചാൽ അതിന് കൂടുതലില്ല. അവിടെ 2 സെന്റിനോ 4 സെന്റോ വാങ്ങാൻ ആരില്ല. പക്ഷെ ഈ 10 സെന്റ് ഒന്നിച്ചാണ് കൊടുക്കുകയാണെച്ചെങ്കിൽ അത് വാങ്ങാൻ ആളുണ്ട്. വേറെ 1 സെന്റോ 2 സെന്റോ നിങ്ങളിത് പിടിച്ചിട്ട് കമ്മിറ്റിക്കാര് വേറെ പല ഇക്കുമത്തും ചെയ്യും. ഇതൊക്കെ നമ്മൾ കുറെ പഠിച്ചതാ. ഈ 10 സെന്റ് ഒന്നിച്ച് കൊടുക്കല്ലാതെ വേറെ ഒരു മാർഗമില്ല എന്ന് ബോധ്യമായി. ഞങ്ങൾ ബോധ്യമായി എന്ന് പറഞ്ഞാൽ പോരാ, നഫ്സുല്ലൊരു ബോധ്യമാകണം. അങ്ങനെ വരികയാണെങ്കിൽ ഒരാൾ പറഞ്ഞു 10 സെന്റ് കൂടി ഞാൻ പൈസക്ക് വാങ്ങാം, അല്ലെങ്കിൽ ഈ 10 സെന്റ് എനിക്ക് തരികയാണെങ്കിൽ ഈ 10 സെന്റ് കൈക്കോളി, എന്താ നോക്കിക്കണു, ഈ 10 സെന്റ് ഇവിടെ ഇരുന്നോളി അല്ലെങ്കിൽ കൈക്കോളി, ഈ 10 സെന്റ് എനിക്ക് തരികയാണെങ്കിൽ അങ്ങോട്ട് ശ്രദ്ധിക്കേ, ഈ 10 സെന്റ് എനിക്ക് തരികയാണെങ്കിൽ അപ്പുറത്ത് വേറെ സുരക്ഷിതമായ 10 സെന്റ് സ്ഥലം ഞാൻ വേറെ തരാമെന്ന് പറഞ്ഞു. എന്നാ 10 സെന്റ് കൊടുക്കാം. അപ്പൊ മുഴുവൻ കൊടുത്തു.
അല്ല, ഈ 10 സെന്റ് തരാണെങ്കിൽ ഞാൻ 10 ലക്ഷം റുപ്യ തരാമെന്ന് പറഞ്ഞു. ഈ 10 ലക്ഷത്തിന് അപ്പുറത്ത് നല്ല സ്ഥലം 10 സെന്റ് സ്ഥലം വാങ്ങാൻ കിട്ടും. അപ്പൊ നമ്മൾ കുഴിക്കാം. വെറുതെ അവസ്ഥയിലാണത്. എന്താ കാരണം? അതവിടെ വിൽപ്പന നടത്തിയിട്ടില്ലെങ്കിൽ ഈ 10 സെന്റും കുറഞ്ഞ വർഷങ്ങളെ കൊണ്ടത് നശിച്ചു പോകും. അതാണ് കാരണം. അപ്പോ എന്നതുപോലെ നമ്മൾ പള്ളി എന്ന് പറഞ്ഞാല് മൗക്കൂഫ, എല്ലാ പള്ളികളും മൗക്കൂഫ, വഖഫ് സ്വത്താണ്. വഖഫ് സ്വത്തൊക്കെ പള്ളിയാവണമെന്നില്ല, പള്ളികളൊക്കെ വഖഫ് സ്വത്താണ്. വഖഫ് ചെയ്യപ്പെടാത്ത ഒരു പള്ളി ദുനിയാവിലില്ല. പള്ളിയായിട്ട് വഖഫ് ചെയ്യണം. അപ്പോഴേ മസ്ജിദിയത്ത്, പള്ളിയിലുള്ള ഹുക്മ അതിനുണ്ടാവുള്ളൂ. പക്ഷെ സാധാരണ വഖഫ് സ്വത്തുക്കളിൽ നിന്നും വേർപെട്ട പ്രത്യേകമായ ഒരു വഖഫാണ് പള്ളി എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജീവിയാണ്. ജീവികളൊക്കെ മനുഷ്യനല്ല, മനുഷ്യനൊക്കെ ജീവിയാണ്. പക്ഷെ സാധാരണ ജീവിയല്ലല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത്. സാധാരണ ജീവികളിൽ നിന്നൊരു പ്രത്യേകതയുള്ള ഒരു ജീവിയാണല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത്. എന്നതുപോലെ വഖഫ് സ്വത്തുക്കളിൽ നിന്നൊരു പ്രത്യേകതയുള്ള വഖഫ് സ്വത്താണ് പള്ളി എന്ന് പറയുന്നത്. അതെന്താ? അതിൽ എത്തിക്കാഫിരുന്ന കൂലി കിട്ടുമ്പോൾ എത്തിക്കാഫിരിക്ക, പള്ളിയിൽ വേറുള്ള വഖഫ് സ്വത്തിൽ എത്തിക്കാഫിരുന്ന കൂലി കിട്ടൂല. പള്ളിയിൽ എത്തിക്കാഫിരുന്ന കൂലി കിട്ടും. വളരെ ബഹുമാനമുള്ള, വളരെ ആദരവുള്ള, വളരെ പുണ്യമായ, ശ്രേഷ്ഠമായ ഒരു വഖഫ് സ്വത്താണ് പള്ളി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പള്ളി സ്ഥലം, ഒരു പള്ളി, ഒരു നാട്ടിലൊരു പുതിയ പള്ളി വന്നു, ലക്ഷങ്ങളും കോടികളും ചെലവാക്കി ഏറ്റവും സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ഒരു പള്ളി വന്നു. അപ്പൊ പഴയ പള്ളി കുറച്ച് അപ്പുറത്തുണ്ട്. ആ പള്ളി ശ്രദ്ധിക്കാൻ ആളില്ലാതെ ആ പള്ളി പൊളിഞ്ഞ്, പഴയ ഓടിന്റെ പള്ളി, കഴുക്കോലൊക്കെ ചെതല് പിടിച്ച്, പട്ടികയൊക്കെ ചെതല് പിടിച്ച്, അത് വീണ്, മഴ കൊണ്ട് ചുമരും വീണ് പള്ളി തകർന്നു. തൽക്കാലം നിസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് വരുന്നുണ്ട്. നേരം ഒരുപാടായി. അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി. 11 മണിക്ക് തുടങ്ങിയതാ, നിർത്താനായിക്കണം. 2 കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. ബഹുമാനികളെ, ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. 2 കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. പറയുന്നത് ശ്രദ്ധിക്കണം. നമ്മളുടെ ഒരു പള്ളി പൊളിഞ്ഞു, എന്നാൽ അവിടെ ഒരു ഭൂമി ഉണ്ടാവുമല്ലോ. ഇത്രയും മനോഹരമായ ഒരു പള്ളി ഏറ്റവും സൗകര്യമായി ഇവിടെ ഉണ്ടാവുമ്പോ ഇനി എന്തിനാത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ആ ഭൂമി പള്ളിയായിട്ട് വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമായതുകൊണ്ട് അതിൽ ക്രിയാവിക്രയമൊന്നും ചെയ്യാൻ പറ്റൂല. അത് വിൽപ്പന നടത്താനോ മറ്റാർക്കെങ്കിലും പതിച്ചു കൊടുക്കാനോ ഒന്നും പാടില്ല. അവിടെ പോയി എത്തിക്കാത്തിരുന്ന കൂലി കിട്ടും. പള്ളിയിൽ നിസ്കരിച്ച കൂലി കിട്ടും. ഏതെങ്കിലും ഒരു കാലത്ത് ആ പുനർനിർമ്മാണം നടത്താൻ സൗകര്യപ്പെട്ടാൽ പുനർനിർമ്മാണം നടന്നോളും. അത് നായും പട്ടിയൊന്നും പ്രവേശിക്കാൻ അവസരം ലഭിക്കാത്ത വിധത്തിൽ അത് സുരക്ഷിതമായി നമ്മളത് സംരക്ഷിച്ച് ആ പള്ളി തന്നെ പുനർനിർമ്മാണം നടത്തി അത് സംരക്ഷിച്ച് പോരണം. അത് വിൽപ്പന നടത്താൻ പാടില്ല. അതാ ഭൂമി എന്ന് പറയാൻ കാരണം വളരെ ശ്രദ്ധിക്കണം. പള്ളിയായിട്ട് വഖഫ് ചെയ്യുന്നത് 2 വിധത്തിലുണ്ട്. നിർത്താനുള്ള കത്തല്ലല്ലോ, അത് നോക്കാം, ലാസ്റ്റ് നോക്കാം. നിർത്താണ്, ശ്രദ്ധിക്കണം. ഈ പള്ളിയായിട്ട് നമ്മൾ വഖഫ് ചെയ്യുമ്പോ 2 നിലക്ക് വഖഫ് ചെയ്യലുണ്ട്. ഒന്ന്, ആ കെട്ടിടം, ഒരു പള്ളിയുടെ ഒരു കെട്ടിടം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാല് ഈ കെട്ടിടം അല്ലെങ്കിൽ ഈ കെട്ടിടത്തിൽ നിന്ന് ഈ അകത്തെ പള്ളിയും പുറത്തെ പള്ളിയും കോണി നിൽക്കുന്ന ഭാഗം നമ്മളൊരു ബൗണ്ടറി നിശ്ചയിക്കുമല്ലോ. ആ കെട്ടിടത്തിൽ നിന്ന് ഇത്രയും സ്ഥലം പള്ളിയാണ്. ആ സ്ഥലം
ഈ അകത്തപ്പള്ളി മെഹ്റാബും നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ ഹാളും മെഹ്റാബും, അല്ലെങ്കിൽ ഇതിന്റെ തൊട്ടടുത്തുള്ള പുറത്തെ പള്ളിയും ഈ മെഹ്റാബ് ഉൾപ്പെടെ ഉള്ള ഈ സ്ഥലം വഖഫ് ചെയ്തു. ആ സ്ഥലം വഖഫ് ചെയ്താൽ 7-ാം ഭൂമി വരെ 7-ാം ആകാശം വരെ പള്ളിയായി. 7-ാം ആകാശം തന്നെ കുറച്ച് ദൂരം ഉണ്ടാകുന്നുണ്ട്, അതുവരെ പള്ളിയായി. അപ്പോ അതിന്റെ അർത്ഥം ഒരു ഹെലികോപ്റ്ററിലോ ഒരു വിമാനത്തിലോ നമ്മളുടെ ആ വഖഫ് ചെയ്തതിന്റെ നേരെ മേൽഭാഗത്ത് 1 കിലോമീറ്റർ മുകളില് ഒരു ഹെലികോപ്റ്റർ വന്ന് നിർത്തിയിട്ട് അതിൽ ഏറ്റിക്കാഫ് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഏറ്റിക്കാഫിന്റെ കൂലി കിട്ടും. കാരണം അവിടെ പള്ളിയാണ്. ആ അന്തരീക്ഷം, 7-ആകാശം വരെയുള്ള അന്തരീക്ഷം അത് പള്ളിയായി മാറിക്കഴിഞ്ഞു. അത് പള്ളിന്റെ ഹവയാണത്. ഇന്ത്യന്റെ ഹവയിലേക്ക്, ഇന്ത്യന്റെ അന്തരീക്ഷത്തിലേക്ക് പാകിസ്ഥാന്റെ ഒരു വിമാനം വന്നിട്ടുണ്ടെങ്കിൽ വെടിവെച്ച് വീഴ്ത്തൂലേ? കാരണം അത് ഇന്ത്യന്റെതാ. ഓരോ രാഷ്ട്രങ്ങൾക്കും അങ്ങനെയാണ്. നിങ്ങളെ പറമ്പിന്റെ ഹവയിൽ കൂടി വേറൊരുത്തരും പോകാൻ, നിങ്ങൾ അനുവാദം കൂടാതെ പോകാൻ പറ്റൂല. എന്നതുപോലെ ഒരു സ്ഥലം പള്ളിയായി കഴിഞ്ഞാൽ കീഴ്പ്പെട്ടും മേപ്പെട്ടും അത് പള്ളിയായി കഴിഞ്ഞു. അതേ സ്ഥാനത്ത് ഈ മറ്റൊരു വിധത്തിൽ പള്ളിയായിട്ട് വഖഫ് ചെയ്യലുണ്ട്. ഈ കെട്ടിടം പള്ളിയായിട്ട് വഖഫ് ചെയ്തു, ഭൂമി വഖഫ് ചെയ്യുന്നില്ല. ഈ കെട്ടിടം മസ്ജിദായിട്ട് പള്ളിയായിട്ട് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാല് ആ കെട്ടിടേ പള്ളിയാവുള്ളൂ, ആ ഭൂമി പള്ളിയാവൂല, മേപ്പെട്ടുള്ള ആവയും പള്ളിയാവൂല. ആ കെട്ടിടം അവിടുന്ന് പൊളിച്ചു പോയാൽ പിന്നെ അവിടെ പള്ളിയില്ല. മരം കൊണ്ടുണ്ടാക്കിയ ചില പള്ളികള് UAE-യിലൊക്കെ ചെന്നാൽ കാണാം. ഏതെങ്കിലും സ്ഥലത്ത് ഒരു പള്ളി രൂപത്തിലുണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യും. അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പള്ളിയാ, പള്ളിന്റെ അടുത്തുണ്ട്. പക്ഷെ അതവിടെ പൊളിച്ചു കൊണ്ടുപോയാൽ പിന്നെ അവിടെ ഒന്നുമില്ല. ഒരു റൂം പള്ളിയായിട്ട് വഖഫ് ചെയ്യാം. ഒരു ബിൽഡിംഗ് ആണ്, ഒരു ലോഡ്ജാണ്. ആ ലോഡ്ജിലുള്ള ഒരു റൂം പള്ളിയായിട്ട് വഖഫ് ചെയ്യാണ്. എന്നാൽ ആ റൂം ഒഴിച്ച് ബാക്കിയുള്ള എവിടെയും പള്ളിയാവുന്നില്ല, ആ റൂം മാത്രം പള്ളിയാണ്. അപ്പോ ഒരു മസ്ജിദിന്റെ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ആ ഭൂമി നമ്മൾ പള്ളിയായിട്ട് വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ അതിന്റെ മേലെ എല്ലാം വഖഫായി മാറുകയാണ്. നേരെ മറിച്ചൊരു കെട്ടിടമോ ആ കെട്ടിടത്തിന്റെ റൂമോ ഒരു നില നമ്മൾ പള്ളിയായിട്ട് വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം പള്ളിയാകും. അത് പൊളിച്ചു കഴിഞ്ഞാൽ പള്ളിൻ്റെ അത് പോയി. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അമ്പന്തടുക മുഹമ്മദ് മുസ്ലിയാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ചങ്ങായി ഈ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ചോദ്യം എന്ത് ക്ലാസ് കഴിഞ്ഞിട്ടല്ല ചോദിക്കല്. അഭിമന്യരായ ഉസ്താദുമാരൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ വലിയ നസീഹത്തുകൾ നടക്കാൻ പോവാണ്. ഞാൻ എന്റെ വിഷയം അതിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ. എന്തിനാണ് നിങ്ങൾ വരുന്നത് ക്ലാസിന്റെ ഇടയിൽ? അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുന്നു പറഞ്ഞില്ലേ? ബാറക്കല്ലാഹു അല്ലാഹു ഖൈർ ചെയ്യട്ടെ. തങ്ങളും വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങള് ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വഖഫിനെ പറ്റി 2 വാക്ക് പറയണമെന്ന് അറിഞ്ഞതല്ലേ? വഖഫിനെ പറ്റി 2 വാക്ക് പറയണമെന്ന് അറിഞ്ഞില്ല. ഖജാനയിക്കുന്നു. ഉമറ സംഗമത്തിന്റെ പ്രോത്സാഹനമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി കേരള വഖഫ് ബോർഡ് ചെയർമാനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് എത്തുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ.
അപ്പോ പള്ളി പൊളിഞ്ഞു പോയ ആ ഭൂമി കൈകാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പള്ളി രണ്ടു വിധത്തിലാണ് വഖഫ് എന്ന് പറഞ്ഞത്. ആ സ്ഥലം വഖഫാകുന്ന രീതിയിലും സ്ഥലം വഖഫാകാതെ കെട്ടിടമോ കെട്ടിടത്തിന്റെ ഭാഗികമായ ഭാഗങ്ങളോ വഖഫാകുന്ന രണ്ട് രീതിയുണ്ട് എന്ന് പറഞ്ഞത്. അതിൽ ആ ഭൂമി വഖഫ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ ഭൂമി വഖഫാകുന്ന രീതിയിൽ വഖഫ് ചെയ്യപ്പെട്ടാൽ പള്ളി പൊളിക്കപ്പെട്ട് പൊളിഞ്ഞു പോയാലും ആ ഭൂമി ക്രിയാവിക്രയം ചെയ്യാനോ വിൽപ്പന നടത്താനോ മറ്റോ കൈമാറാനോ പാടില്ല. ഇനി പള്ളിയുടെ പൊളിഞ്ഞ, നശിച്ച, അല്ലെങ്കിൽ ജീർണിച്ച, അല്ലെങ്കിൽ പഴകിയ വസ്തുക്കൾ, ആ വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പള്ളിയിലേക്ക് ഉള്ള പായ, വിരിപ്പ്, മൈക്ക്, അതിലേക്കുള്ള മറ്റ് പള്ളിന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ അത് ഉപയോഗത്തിന് പറ്റാത്ത വിധത്തിൽ അത് പഴകിപ്പോയാൽ അതിന്റെ വിധി എന്താണ്? എന്നതുപോലെ തന്നെ ഒരു പഴയ പള്ളി പൊളിച്ച് അതിന്റെ ആ പൊളിച്ച അതിന്റെ കമ്പി, അതിന്റെ വില്ലി, അതിന്റെ കഴുക്കോല്, അതിന്റെ പട്ടിക, അതിന്റെ ഓട്, അതിന്റെ വാതില്, അതിന്റെ മറ്റുള്ള മരങ്ങള്, തടികള്, അവശിഷ്ടങ്ങള്, അതൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് സംശയങ്ങളും ഒരുപാട് ചോദ്യങ്ങളും നമ്മളുടെ ഇടയിൽ സാധാരണ ഉണ്ടാവുകയും ഉയരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുക്കി പറയാണ്, അത്തരത്തിലുള്ള വസ്തുക്കൾ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ വഖഫല്ല. പള്ളി എന്ന് പറയുന്ന ഒരു പ്രത്യേക വഖഫാണ്. ഒരു ആദരവോടുകൂടെയുള്ള ബഹുമാനമുള്ള എത്തിക്കാഫിരുന്നാൽ കൂലി കിട്ടുന്ന ഒരു പ്രത്യേക വഖഫാണ് എന്ന് മുമ്പ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മൗഖൂഫായ വഖഫ് ചെയ്യപ്പെട്ട വസ്തു ആയതുകൊണ്ട് ഒരിക്കലും ആ പള്ളിയുടെ സ്വഭാവം അത് സ്ഥിരമായി നിൽക്കുന്ന സമയത്തും അതിൽ നിന്ന് വേർപെട്ട് ഇളകിക്കൊണ്ടിരിക്കുന്ന സമയത്തും പള്ളിയുടെ ആ ഒരു ഹുക്മ്, ആ ഒരു വിധി, ആ ഒരു സ്വഭാവം അതിൽ നിന്ന് നഷ്ടപ്പെടുകയില്ല എന്ന ഒരു അഭിപ്രായമുണ്ട്. അത് ബലഹീനമായ അഭിപ്രായമാണെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ടിട്ട് എത്ര തന്നെ ജീർണിച്ചതാണെങ്കിലും എത്ര തന്നെ ഇനി അത് ഉപയോഗിക്കാൻ കൊള്ളാത്തതാണെങ്കിലും അതങ്ങട്ട് നശിച്ച് മണ്ണായി പോയാലും ആ സാധനം വിൽപ്പന നടത്താനോ കൈമാറാനോ പാടില്ല എന്നൊരഭിപ്രായമുണ്ട്. ചില ദുഷ്കമുള്ള ആളുകളൊക്കെ ആ അഭിപ്രായം സ്വീകരിച്ച് എന്തായാലും അതങ്ങനെ ഒരു ദുഷ്കാണ്. പക്ഷെ ദുഷ്കത്തിന്റെ അപ്പുറം വേറൊരു ദുഷ്കുണ്ട്, പറയാം. അതൊരു ദുഷ്കമാണെന്ന് മനസ്സിലാക്കി ആ പള്ളിയുടെ ബഹുമാനം കളയണ്ടെന്ന് വിചാരിച്ച് മണ്ണായി പോയാലും അത് വിൽപ്പന നടത്താൻ പറ്റൂല എന്ന് പറയുന്നവരുണ്ട്. എത്രത്തോളം നമ്മളെ പള്ളി കൊടുത്തൊരു ഇഷ്ടിക വീട്ടിൽ കൊണ്ടുപോയി അയിമങ്ങനെ കയറിയിരുന്ന് എത്തിക്കാഫിന്റെ നിയ്യത്ത് ചെയ്താലും എത്തിക്കാഫിന്റെ കൂലി കിട്ടും എന്ന് വരെ ഈ അഭിപ്രായക്കാർ പറയുന്നു. അത് ബലപ്പെട്ട അഭിപ്രായമല്ല. ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ഇങ്ങനെ ഉള്ള വസ്തുക്കൾ അത് ഉപയോഗശൂന്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഉപയോഗം ഒരു പായയാണെങ്കിൽ ആ പായ വിരിച്ച് അതിൽ നിസ്കരിക്കാനും ഇരിക്കാനൊക്കെയുള്ള പായ എന്ന് പറയുന്നത്, ഒരു വിരിപ്പ് എന്ന് പറയുന്നത് അതിനുള്ളതാണല്ലോ, ഒരു വാതിൽ എന്ന് പറയുന്നത് ആ വാതിലിന്റെ ഉപയോഗത്തിനുള്ളതാണല്ലോ. അങ്ങനെ ഓരോ സാധനങ്ങളും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഉപയോഗത്തിന് പറ്റാത്ത ഒരവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ അതേപ്രകാരം തന്നെ പള്ളി പൊളിച്ച മരങ്ങൾ തുടങ്ങിയുള്ള അതിന്റെ അവശിഷ്ടങ്ങൾ അത് ഉപയോഗത്തിന് പറ്റാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ പറ്റുന്നൊരവസ്ഥ, രണ്ടവസ്ഥയാണ് ഉണ്ടാവുക. അത് ഉപയോഗത്തിന് പറ്റുന്നതല്ല. ഇപ്പൊ 10 കൊല്ലം മുമ്പ് കയറ്റിയ പള്ളിയാണ്. ആ പള്ളി പൊളിച്ചോക്കുമാർ 1-ാം ക്ലാസ് തേക്കിന്റെ മരം ഒരു കേടും പറ്റിയില്ല. തേക്കിന്റെ ഒക്കെ മരം എണ്ണ പറ്റണമെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിയണം. നല്ല 1-ാം ക്ലാസ് മരമാണ്.
അങ്ങനത്തെ കേട് പറ്റാത്ത ജീർണിക്കാത്ത മരങ്ങളാണെങ്കിൽ അങ്ങനത്തെ ഒരു വകുപ്പ്. ഇത് രണ്ടിന്റെയും വിധി ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ഉപയോഗത്തിന് പറ്റുന്ന വസ്തുക്കളാണെങ്കിൽ അത് ആ പള്ളിക്ക് തന്നെ തൽക്കാലം ആവശ്യമുണ്ടെങ്കിൽ ആ പള്ളിക്ക് ഉപയോഗപ്പെടുത്തണം. അത് അങ്ങനെ തന്നെ ഉപയോഗിക്കപ്പെടുന്നില്ല. അത് പൊളിച്ചിട്ട് മുമ്പ് തുലാനായി വെച്ചിരുന്നത് ഇപ്പോ കട്ടിലായിട്ട് മാറ്റുകയാണെങ്കിൽ വിരോധമൊന്നുമില്ല. ആ പള്ളിക്ക് ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതിനുപയോഗിക്കണം. അല്ലെങ്കിൽ ഇപ്പോ ആവശ്യമില്ലെങ്കിൽ അടുത്ത് തന്നെ ആ പള്ളിക്ക് ആ മരം ആവശ്യമാകുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കണം. ശ്രദ്ധിക്കണം. അടുത്ത് തന്നെ ആ പള്ളിക്ക് അത് ആവശ്യമാകുമെന്ന് കണ്ടാൽ അത് സൂക്ഷിച്ചു വെക്കണം. ചെതല് പറ്റാതെ. അതൊക്കെ ചെതല് പറ്റിപ്പോകൂലേ? ആർക്കാണത് നോക്കാൻ കഴിയുക? ആർക്കാണ് നോക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ നിങ്ങൾ തെരഞ്ഞെടുത്തേക്കുന്നത്? നിങ്ങൾ കമ്മിറ്റിനെ തെരഞ്ഞെടുത്തേക്കുന്നത് എന്തിനാ? കാര്യങ്ങളൊക്കെ ഒരു വസ്തുവിന്റെ സ്വത്തും മറ്റുമൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെയാണ്. കമ്മിറ്റിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണത്. ഒരു സ്ഥാപനത്തിന്റെ കമ്മിറ്റിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് അതിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുക എന്നത്. അപ്പോൾ അത് സുരക്ഷിതമായിട്ട് അതിനെ സൂക്ഷിച്ചു വെക്കണം. അങ്ങനത്തെ ഒരു ആവശ്യം ആ പള്ളിക്ക് അടുത്തൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിക്കപ്പെടാത്തൊരവസ്ഥയാണെങ്കിൽ അതുപോലെ പള്ളിയാണെങ്കിൽ അതുപോലത്തെ പള്ളിയുടെ സാധനങ്ങൾ മറ്റു പള്ളികളിലെ ആവശ്യമുള്ള പള്ളികളിലേക്ക് കൊടുക്കണം. അന്വേഷണം നടത്തിയിട്ട് ഏറ്റവും അടുത്ത പള്ളി ഉണ്ടെങ്കിൽ അതിന് കൊടുക്കല ഏറ്റവും അഫ്ളൽ, അല്ലെങ്കിൽ ദൂരത്തുള്ള പള്ളിക്ക്. പള്ളികൾക്കും ആവശ്യമില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ മറ്റ് പൊതുസ്ഥാപനങ്ങളിലേക്ക്, മദ്രസ, യതീംഖാന എങ്ങനെ തുടങ്ങിയുള്ള ഏതെങ്കിലും പൊതുസ്ഥാപനങ്ങളിലേക്ക് അതിന് കൊടുക്കണം. അതിനും ആവശ്യമില്ല. ആർക്കും വേണ്ട. അന്വേഷിച്ചിട്ട് ആർക്കും ഇത് വേണ്ട. ചെറിയ ചെറിയ പഴയ ജനല, ചെറിയ ചെറിയ മുറികളാണ്. ഇന്നിപ്പോ അത്തരം നീളത്തിലുള്ള മുറികളൊന്നും ഉപയോഗപ്പെടുത്താൻ ഒരു സ്ഥാപനക്കാർക്കും അത് വേണ്ട. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. എന്നാൽ അത് കേടില്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുകയാണ് വേണ്ടത്. പക്ഷേ അത് സൂക്ഷിച്ചു വെച്ചാൽ അത് ഇപ്പൊ ദ്രവിച്ചിട്ടില്ലെങ്കിലും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നതിന്റെ മുമ്പായിട്ട് ഏതെങ്കിലും ഒരു കാലത്ത് അത് ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന്റെ മുമ്പായിട്ട് അത് ദ്രവിച്ചു പോകും. എങ്ങനെ സൂക്ഷിച്ചു വെച്ചാലും നമ്മളെ സൗകര്യമുള്ളിടത്തൊക്കെ വെച്ചാൽ കുറച്ച് മഴ കൊള്ളും, കുറച്ച് വെയിൽ കൊള്ളും, അത്രയ്ക്കല്ലേ സൂക്ഷിക്കാൻ കഴിയുള്ളൂ. അത് ദ്രവിച്ചു പോകും, അത് നശിച്ചു പോകും. ഇത് വാക്കാൽ പറഞ്ഞാൽ പോരാ, കമ്മിറ്റി കൂടി തീരുമാനിച്ചാൽ പോരാ. ഇത് തീരുമാനത്തിന് വിധേയമല്ല. ഇത് സംഭവം അങ്ങനെ ആയിരിക്കണം. അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് എന്താണ് ഇതിന്റെ സ്വഭാവം ബോധ്യമാവണം. ശരിക്കും ശ്രദ്ധിക്കണം. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ബോധ്യമാവണം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകും. അങ്ങനെ നശിച്ചു പോകുമെന്ന് ബോധ്യമായിട്ടുണ്ടെങ്കിൽ അത് വിൽപ്പന നടത്താം, ലേലം ചെയ്യാം. അപ്പൊ ജീർണിച്ച് ഉപയോഗശൂന്യമായത്, ജീർണിച്ച് ഉപയോഗശൂന്യമായി തീരെ ഉപയോഗിക്കാൻ പറ്റാത്തതും തൽക്കാലം അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവം അതിനുണ്ടെങ്കിലും അത് ആവശ്യക്കാരൊന്നുമില്ല. ഈ പള്ളിക്ക്, ഈ മദ്രസക്ക്, ഈ സ്ഥാപനത്തിന് അത് ആവശ്യമൊന്നുമില്ല. അത് സൂക്ഷിച്ചു വെച്ചാൽ അത് നശിച്ചു പോകലാണ് ഉണ്ടാവുക എന്നത് ഏകദേശം ഉറപ്പാണ്. അതാണ് ബോധ്യമാകുക എന്ന് പറയുന്നത്. അങ്ങനെ ബോധ്യമായി കഴിഞ്ഞാൽ അത് വിൽപ്പന നടത്തുന്നതിന് വിരോധമില്ല. അതാണ് വല്ലസഹു ജവാസു ബൈഇ ഹുസുരിൽ മസ്ജിദി, പള്ളിയുടെ പായകൾ അത് നശിച്ചു. അതേ പ്രകാരം ഇഴങ്കസറത്ത്, അതിന്റെ തടി, അത് പൊളിച്ച മരത്തിന്റെ തടികളുണ്ടല്ലോ, അത് മുൻകസിറായി, അതൊക്കെ ദ്രവിച്ചിട്ടുണ്ട്. ഇനി അത് ഉപയോഗത്തിന് പറ്റൂല. എന്നാൽ ഉപയോഗശൂന്യമായിട്ടുണ്ടെങ്കിലും അത് വിൽക്കാൻ പാടില്ല എന്നാണ് ഒരു അഭിപ്രായമെങ്കിലും പ്രബലമായ അഭിപ്രായം
അതിന് വെറുതെ നശിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് കിട്ടുന്ന വിലക്ക് കൊടുത്തിട്ട് ആ പൈസ പള്ളിയേക്ക് എടുക്കുക. അതുപോലത്തത് വാങ്ങാൻ സാധിക്കുമെങ്കിൽ അതുപോലത്തെ വാങ്ങാം, അല്ലെങ്കിൽ പള്ളിന്റെ മറ്റു മസ്ലഹത്തുകൾ. അവിടെ തുഹഫ പറയുന്നു ഔ അഷ്റഫത്ത് അലല്ലിങ്കിസാരി. ഇത് അങ്കസറത്ത് എന്ന് പറഞ്ഞുകൊടുത്ത് ഔ അഷ്റഫത്ത് അലല്ലിങ്കിസാരി. ഇപ്പൊ നശിച്ചിട്ടില്ല, ഇപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റുന്നൊരവസ്ഥയിൽ തന്നെ ഉള്ളത്. പക്ഷെ അത് വെച്ചുകൊണ്ടിരുന്നാൽ ഒട്ടും താമസിക്കാതെ അത് നശിച്ചു പോകും എന്ന് ബോധ്യമായിട്ടുണ്ടെങ്കിലും അത് വിൽപ്പന നടത്താം എന്നതാണ് പ്രബലമായ അഭിപ്രായം. അത് മുങ്കസിറാകുക എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം ഫലം തസ്ലഹി ഇല്ലാലിൽ ഇഹ്റാഖി. അതായത് ആ സാധനം ഇനി അത് അതിൻ്റെതായ അതിന്റെ തടി, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വഖഫിന്റെ വിശദീകരണം, അപ്പൊ അതിന്റെ തടി അതേ രീതിയിൽ ബാക്കിയാക്കിക്കൊണ്ടുള്ള ഉപയോഗത്തിന് ഇനി പറ്റൂല എന്നർത്ഥം. ഇനി വിറക് കത്തിക്കാനേ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ വിൽക്കുന്നതിന് വിരോധമല്ല. അത് നശിച്ച് അത് വായിയായി അത് ആ തീരെ ഒരു ഉപയോഗമില്ലാതെ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി. അപ്പൊ അത് വിറ്റാൽ ചെറിയ വല്ല തുച്ഛം വില അതിന് കിട്ടുകയാണെങ്കിൽ അതിന് വിറ്റിട്ട് യസീരിൻ സമനിയ തുച്ഛം വില കിട്ടുകയാണെങ്കിൽ അതെങ്കിൽ അത് യഊദുൽ വഖഫി, ഈ മൗഖൂഫിലേക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു ചെറിയ വിലക്കെങ്കിലും അത് കരസ്ഥമാക്കിയിട്ട് അതിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് അതാണ് ഔലാ പറ്റും ഇല്ലാതെ ആവുന്നതിനേക്കാണ് നല്ലത്. അപ്പൊ ഒരു ചോദ്യം, ഇപ്പൊ നമ്മൾ ഇതുവരെയും പറഞ്ഞത് നേരത്തെ പറഞ്ഞത് മുഴുവനും മൗഖൂഫ് വിൽക്കാൻ പറ്റൂല എന്നല്ലേ, ഇപ്പൊ നമ്മൾ വിൽക്കാന്നുള്ളവർക്ക് കെട്ടിയില്ലേന്ന്. അതിന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ മറുപടി പറയാം. വസ്തുസനിയത്ത് മിൻ ബൈഇൽ വഖഫി ലിഅന്നാ സാറത്ത് കൽ മഅദൂമത്തി. അത് അതിൻ്റെതായ ഉപയോഗം, വഖഫിന്റെ യഥാർത്ഥമായ സ്വഭാവം അതിന്റെ തടി അവശേഷിച്ചുകൊണ്ട് അതിന്റെ ഉപകാരം എടുക്കുക എന്നുള്ളതാണ്. അതിന് നിവൃത്തിയില്ലാതെ വന്നപ്പോ അത് വഖഫല്ലാത്തൊരു വസ്തു പോലെയായി. അപ്പൊ മൗഖൂഫിനല്ല വിൽക്കുന്നത്, മൗഖൂഫല്ല ഇപ്പൊ വിൽക്കുന്നത്. അത് വഖഫ് വസ്തു എന്നുള്ള ആ സ്വഭാവം പോയിട്ട് വഖഫല്ലാത്ത ഒരു വസ്തുവായി മാറിയിട്ടുണ്ട്, എന്നിട്ടാ വിൽക്കുന്നത്. അപ്പൊ മൗഖൂഫിന് വിൽക്കുക, വഖഫ് സ്വത്ത് വിറ്റു എന്നുള്ള അത് അതിൽ വരുന്നില്ല എന്നാണ് അതിന് മറുപടി പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ചില അപൂർവം അവസരങ്ങളിലല്ലാത്ത നിലക്ക് ലാഭകരമാണെന്ന് കണ്ടതുകൊണ്ടോ കൂടുതൽ കമ്മിറ്റിക്കും സ്ഥാപനത്തിനും മെച്ചമാണെന്ന് കണ്ടതുകൊണ്ടോ വഖഫ് സ്വത്തുക്കൾ വിൽപ്പന നടത്താനോ അതിന് പകരം മറ്റൊന്നിനെ പകരമാക്കാനോ പാടില്ല എന്നതാണ് അതിന്റെ വിധി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മൾക്കും ഉത്തരവാദിത്തപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, എന്താ കിട്ടിയത് ഈ എഴുത്തിലുള്ളത്? 4 സെന്റ് ഭൂമി, അതിൽ 3 സെന്റ് അല്ലെങ്കിൽ 2 സെന്റിൽ ബിൽഡിംഗും കൂടി വഖഫ് ചെയ്താൽ അതിലുള്ള ബിൽഡിംഗ് വലുതാക്കുകയോ അല്ലെങ്കിൽ കാലാഹരണം സംഭവിക്കുകയോ റിപ്പയറിംഗ് നടത്താനോ പറ്റുമോ? അത് പറ്റും. 4 സെന്റ് സ്ഥലത്ത് 3 സെന്റിലൊരു ബിൽഡിംഗ് ഉണ്ട്, അത് വഖഫ് ചെയ്തു. അതിന് വല്ല കേടുപറ്റുകയാണെങ്കിൽ അത് വിപുലീകരിക്കാനോ അല്ലെങ്കിൽ മറ്റോ പറ്റുമെന്ന് അതിനൊന്നും വിരോധമല്ല. ഇതൊക്കെ എന്താ? അമുസ്ലിമിൽ നിന്ന് വാങ്ങിയ സ്ഥലം വാങ്ങിയത് ഒരു കൂട്ടം ആളുകളാണ്. എന്നാൽ കമ്മിറ്റിയിൽ അതിന് വഖഫ് ചെയ്യേണ്ടത് എങ്ങനെ? എന്നാൽ കമ്മിറ്റിയിൽ അത് വഖഫ് ചെയ്യേണ്ടതെന്ന് എങ്ങനെ വഖഫ് ചെയ്യേണ്ടതെന്ന് എന്താ എഴുതിയത്? ആ വസ്തു അത് വാങ്ങിയത് ഈ കമ്മിറ്റിയല്ലേ വാങ്ങിയത്? അത് ആ കമ്മിറ്റി വഖഫ് ചെയ്യണം. അപ്പൊ കമ്മിറ്റി എന്താ വെച്ചാൽ കമ്മിറ്റി ഒരാൾ അധികാരപ്പെടുത്തുക. ഈ കമ്മിറ്റി ഒരാൾ അധികാരപ്പെടുത്തിയിട്ട് അയാൾ പറയാ അതിന് ഞാൻ പള്ളിയിലേക്ക് അല്ലെങ്കിൽ ഇന്നതിലേക്ക് വഖഫായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറയാം. അത് മതി. വഖഫ് സ്വത്ത് പൊതു ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കാമോ? പള്ളിയുടെ വഖഫ് ഭൂമി റോഡ് പോലത്തെ പൊതുവഴിയായി ഉപയോഗിക്കാമോ? അത് ഏതുപോലെയെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഏറ്റുവന്ന ആളാരാന്നറിയില്ല. നിങ്ങളെ സ്വന്തം സ്ഥലം
നിങ്ങളുടെ സ്വന്തം സ്ഥലം മറ്റൊരാൾക്ക് അതിക്രമിച്ചെടുക്കാൻ പറ്റുമോ? മദ്രസ കമ്മിറ്റിക്ക് പറ്റുമോ നിങ്ങൾ കൊടുക്കാതെ? അപ്പൊ ഇതിനങ്ങനെ കൊടുക്കാനുള്ള അധികാരം ആർക്കും ഇല്ലാത്തത് കൊണ്ടിട്ട് അത് പള്ളിൻ്റെത് മദ്രസിനും കൊടുക്കാൻ പറ്റൂല, മദ്രസിന്റെ പള്ളിക്കും കൊടുക്കാൻ പറ്റൂല, റോഡിന് വഖഫ് ചെയ്തത് പള്ളിക്കും കൊടുക്കണ്ട, പള്ളിക്ക് വഖഫ് ചെയ്തത് റോഡിനും കൊടുക്കണ്ട. പിന്നെ ഗവൺമെന്റ് പിടിച്ചെടുക്കുകയാണെങ്കിൽ അതിന്റെ മസാല പിന്നെ വേറെ. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ, ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഞങ്ങളുടെ പള്ളി പൊളിച്ചു. പിന്നെ അവിടെ ഇപ്പോ നമ്മളെ പള്ളിയിനോട് അടുത്ത് ഒരു മദ്രസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ മദ്രസിനോട് അടുത്ത് പള്ളി ഉണ്ടാക്കണം. മദ്രസക്ക് വേണ്ടി വഖഫ് ചെയ്ത സ്ഥലത്ത് ഒരു പള്ളി കയറ്റണം. എന്നാൽ ആ പള്ളി അതൊക്കെ വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. ഈ മദ്രസ, ഈ പള്ളി മദ്രസക്ക് വേണ്ടിയുള്ള പള്ളിയാണോ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണോ, അതിനനുസരിച്ചൊക്കെ. അല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ പള്ളിന്റെ സ്ഥലത്ത് മദ്രസ കയറ്റുകയാണെങ്കിൽ വാടകക്ക് കൊടുത്തൊക്കെ ചെയ്യലുണ്ട്. അപ്പൊ അതിന്റെ വാടക പള്ളിക്ക് കൊടുക്കണം, ആ സ്ഥലത്തിന്റെ വാടക. അതൊക്കെ അതിനെപ്പറ്റി വിശദീകരിക്കണം. ഞങ്ങളുടെ പള്ളി പൊളിച്ച് പുതിയ പണിയിട്ട് 10 വർഷത്തിന് ഇതും വായിച്ച മുകളിലായി ആ പഴയ പള്ളിയുടെ ഓടും പഴയ കുറച്ച് മരങ്ങളും ഇപ്പോഴും പള്ളി കമ്പൗണ്ടിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും പള്ളിയിലേക്ക് ഉപയോഗിക്കാൻ ആരും ആവശ്യപ്പെടുന്നില്ല. ഇത് പാവപ്പെട്ടവർ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അവർക്ക് വിൽക്കാനോ അതല്ലെങ്കിൽ ദാനമായി കൊടുക്കാനോ പാടുണ്ടോ എന്നുള്ളതാണ്. അത് പള്ളിക്ക് ആവശ്യമില്ലെങ്കിൽ മറ്റ് പൊതുസ്ഥാപനങ്ങൾക്ക് മദ്രസക്കും മറ്റു ആവശ്യമുണ്ടോ എന്നും കൂടി ഞാൻ ചോദിക്കണം. അതിനും ആവശ്യമില്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നശിച്ചു പോകുന്നുള്ളത് ബോധ്യമായിട്ടുണ്ടെങ്കിൽ ആർക്കും ദാനമായി കൊടുക്കാൻ പാടില്ല. അത് ലേലം ചെയ്യുക, അത് വിൽപ്പന നടത്തുക, ആ കാശ് കൊണ്ട് പള്ളിക്ക് ഉപയോഗപ്പെടുത്തുക, ദാനം ചെയ്യാൻ പാടില്ല. പിന്നെന്താ, വഖഫ് സ്വത്തിലേക്ക് പ്രവേശിക്കാൻ വഴിയില്ലാത്ത സാഹചര്യത്തിൽ അത് വിറ്റ് മറ്റു സ്ഥലം വാങ്ങാൻ പറ്റുമോ? അങ്ങനെ ഭൂമി, വഴിയില്ലാത്തൊരു ഭൂമി കേരളത്തിലില്ല. ഇവരെല്ലാം ഉണ്ട്. അധ്വന്നരായ എന്താ മോനെ അത് ദ്രവിക്കുക എന്ന് പറഞ്ഞിട്ടില്ല, ഉപയോഗശൂന്യമാകുക. ദ്രവിക്കുക എന്ന് പറയുന്നത് വേറെ, ഉപയോഗശൂന്യമാകുക എന്ന് പറയുന്നത് പള്ളിയുടേതായ ആ ഒരു ഉപയോഗം ഉണ്ടല്ലോ, ആ ഉപയോഗത്തിന് പറ്റാത്ത ഒരവസ്ഥയിലായിട്ട് നിന്നാൽ ചില ആളുകൾക്കൊക്കെ എന്താകാൻ പറ്റും ചെയ്യും, പാവപ്പെട്ടവർക്കൊക്കെ വിരിച്ചു കിടക്കാൻ ആ വായു കിട്ടിയാൽ മതി. നമ്മളെ പള്ളിയിൽ വിരിക്കാനുള്ള ആ ഒരു അവസ്ഥ നഷ്ടപ്പെട്ടുകൊള്ളുന്നുള്ളൂ. അപ്പൊ ചെറിയ വിലക്ക് വിൽക്കാലോ, അല്ലെങ്കിൽ പഴയതെടുക്കുന്ന ആൾക്കാരുണ്ടാവൂലേ? അത് നിങ്ങൾ പറഞ്ഞത് ശരിയാ. അപ്പൊ ഇതൊക്കെ നമ്മള് മൂപ്പര് പറയുന്നത് എന്താ വെച്ചാൽ പള്ളിയിലേക്ക് വഖഫായ വസ്തുവിനെ പറ്റിയ പറഞ്ഞു. ഈ പള്ളിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കളാണെങ്കിലോ ജന്മമായിട്ടുള്ള ഭൂമിയാണ്, അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി വിലക്ക് വാങ്ങിയതാണ്, വഖഫ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ പള്ളിയിലേക്ക് സംഭാവനയായിട്ട് കൊടുത്തതാണ്, വഖഫായിട്ട് കൊടുത്തതല്ല. അതൊന്നും വഖഫല്ലല്ലോ. അങ്ങനത്തെ വസ്തുക്കളൊക്കെ കമ്മിറ്റിക്ക് ആലോചിച്ചിട്ട് ഏറ്റവും ഗുണകരമായി തോന്നുന്ന രീതിയിലൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വിരോധമല്ല. മൗഖൂഫായ വസ്തുവിനെ പറ്റിയാണ് ഇതുവരെ പറഞ്ഞത്. നിർത്തിയത് നന്നായി. കഴിഞ്ഞില്ലേ? ഒരു തെങ്ങ് വഖഫ് ചെയ്ത് അതിന്റെ ഉപയോഗം തീരുന്നതിന് മുമ്പ് സ്ഥലം മുഴുവൻ മുറിക്കാൻ പറ്റുമോ? അത് പിന്നെ അങ്ങനെ ശല്യം ഉണ്ടാവുകയാണെങ്കിൽ അപ്പം മുറിച്ചു കൊടുക്കേണ്ടി വരും. ശല്യം ഉണ്ടെങ്കിൽ മുറിച്ചു കൊടുത്തില്ല, അതിന് പകരം മേളത്തിന് പൈസ വേറെ തെങ്ങ് വാങ്ങേണ്ടി വരും. അതൊക്കെ വെറോറത്തിന്റെ മസലിൽപ്പെട്ടതാണ്. എന്താ പറഞ്ഞത്? പള്ളിത്തോട് എന്ന് പറഞ്ഞാൽ പള്ളിന്റെ മുക്കുപായ ഉണ്ടാവും, ശ്മശാനം ഉണ്ടാവും, പലതും ഉണ്ടാവും. എന്നിട്ട് മദ്രസക്ക് പൈസക്ക് കൊടുക്കുക. മദ്രസക്ക് ദാനമായിട്ട് പള്ളിന്റെ തെങ്ങും പള്ളിന്റെ കവുങ്ങും പള്ളിന്റെ തേക്കും പള്ളിന്റെ പ്രാവും ഒന്നും കൊടുക്കാൻ പറ്റൂല. കടായിട്ട്, ഇപ്പൊ കടായിട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ മുസ്ലിം അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ പൈസ മറ്റൊരു സ്ഥാപനത്തിന് കടം കൊടുക്കാൻ പറ്റുമെന്നല്ലേ? ഒരു സ്ഥാപനത്തിന്റെ സ്വത്ത് മറ്റൊരു സ്ഥാപനത്തിന് കടം കൊടുക്കാൻ പറ്റുമോ?
അത് വളരെ ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. പഴയ കാലം പോലത്തെ വിശ്വാസയോഗ്യമായ കാലഘട്ടമല്ല. എല്ലാവരും അവനാന്റെ പൈസ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ വളരെ വിശ്വാസയോഗ്യമായ എല്ലാ നിലക്കും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ കടന്നു പറയുന്നത് അത് വ്യക്തികൾ തമ്മിലുള്ളതുപോലെ തന്നെ സ്ഥാപനങ്ങൾ കിട്ടിയ. പക്ഷെ ആ മസലയൊന്നും ഇപ്പം ഇവിടെ പറയാൻ നിൽക്കണ്ടെന്നാ ഈ കമ്മിറ്റിക്കാർ അതെന്നെ കൊടുത്തുകൊണ്ട് വാങ്ങിക്കൊണ്ടിരിക്കും. വേണ്ടാത്ത ചോദിക്കാൻ നിൽക്കണ്ട. ലാതസ്സലു എന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളിയുടെ സ്ഥലത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് വഴിക്ക് വേണ്ടി ആ സ്ഥലത്തിലേക്ക് അതിൽ കൂടുതൽ കൊടുക്കുന്നതിന്റെ ഇരട്ടി ആ സ്ഥലത്തിലേക്ക് ചേർത്ത് തരുന്നത് അനുവദനീയമാണ്. ഒരാൾക്ക് പള്ളിത്തൊടുവിൽ കൂടി ഒരു വഴി ആവശ്യമുണ്ട്. ചോദ്യം അതാ, പള്ളിത്തൊടുവിൽ കൂടി ഒരു വഴി കെട്ടേണ്ട ആവശ്യം ഒരാൾക്കുണ്ട്. ഇതൊക്കെ ഓരോ സ്ഥലത്തുള്ള സംഭവങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് ആയിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് മറുപടി പറയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഒക്കെ വളരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരു പള്ളിയുടെ പലയിടത്തുണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണത്. ഒരു പള്ളിത്തൊടുവിൽ കൂടി ഒരാൾക്കൊരു വഴി വേണം. ആൾക്ക് ഒരുപാട് ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിനെ സംബന്ധിച്ചും ആ പള്ളിത്തൊടുവിനെ സംബന്ധിച്ചും അതിന്റെ ആധാരങ്ങളും ഒക്കെ പരിശോധിച്ചതിന്റെ ശേഷമേ അതിനൊക്കെ വ്യക്തമായിട്ട് ഓരോ സ്ഥലത്തും ഓരോ രീതിയായിരിക്കും. അല്ല, സ്ഥലം ഏതാണെങ്കിലും വഖഫല്ലേ, പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമല്ലേ. അപ്പൊ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഒരു സ്ഥലം, ആ സ്ഥലത്ത് കൂടി ഒരാൾക്ക് പ്രൈവറ്റായിട്ട് വഴി കൊടുക്കുകയാണ്. ആ വഴി കൊടുക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്നുണ്ട്, പഞ്ചായത്തിനും ഗവൺമെന്റിനും കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഉടമയായി, പിന്നെ അത് മറ്റേ അതിന്റെ മിൽക്ക് തന്നെ നീങ്ങിപ്പോയി. വ്യക്തികൾക്ക് കൊടുക്കുമ്പോൾ ഉടമ ആയിട്ട് കൊടുക്കുന്ന രീതിയാണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അയാൾ അതിന്റെ ഇരട്ടി സ്ഥലം അപ്പുറത്ത് തരാമെന്ന് പറഞ്ഞു. അതാണ്. അപ്പൊ ഇങ്ങനെ അതിപ്പോ ലാഭകരമായ സ്ഥിതി. അതിപ്പോ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു 10 ഏക്കർ പറമ്പുണ്ട്, അതിന് വലിയ വരുമാനങ്ങളൊന്നുമില്ല. ആ 10 ഏക്കർ പറമ്പ് അതിന്റെ തൊട്ട അയൽവാസിക്ക് കൊടുക്കുകയാണെന്നെങ്കിൽ അയാൾക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ആ ഭൂമി കൊണ്ട്. അയാൾ അതിന് 20 ഏക്കർ സ്ഥലം, 10 ഏക്കർക്ക് വരെ 20 ഏക്കർ പള്ളിന്റെ അടുത്ത ആൾ തരാമെന്ന് പറയുന്നുണ്ട്. ഇതന്നെ ഇപ്പോ രൂപം. പള്ളിന്റെ അടുത്ത് തന്നെ പള്ളിനോട് ചേർന്ന് കിടക്കുന്ന 20 ഏക്കർ തെങ്ങും തോട്ടം അയാൾ തരാന്നാ പറയുന്നത്. ഇത് പാറയാണ് 10 ഏക്കർ പറമ്പ്, അതാണ് കൊടുത്താൽ മതി. എന്നാലും കൊടുക്കാൻ പാടില്ല. പിന്നെ ഓരോ സ്ഥലത്തുള്ള അത്തരം കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്തുള്ള ഈ വഴി പള്ളിക്കും കൂടി ഉപയോഗമുള്ള വഴിയാണോ അല്ലേ എന്നൊക്കെ പഠനം നടത്തി അതിന്റെ ആധാരത്തിൽ എങ്ങനെയാണ് എഴുതിക്കണമെന്നൊക്കെ നോക്കി അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നോക്കി ഉസ്താദന്മാര് പണ്ഡിതന്മാര് തീരുമാനിക്കുന്നതാണ്. പെട്ടെന്ന് ആ കാര്യങ്ങളൊന്നും ഒറ്റയടിയിൽ നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ വിശദീകരണങ്ങളിലേക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു പൈസ കൊടുക്കുന്നില്ല, വെറും വിട്ടു കൊടുക്കാനായി തന്നെ യോജിച്ചിട്ട് അതിന്റെ അരിൽ തന്നെ വേറെ സ്ഥലം ഈ തൊട്ട് കിടക്കുന്ന സ്ഥലം ഞാൻ നിങ്ങളൊരു സംഭവത്തെ പറ്റിയല്ലേ നിങ്ങൾ പറയണത്. അത് നമുക്ക് തമ്മിൽ സംസാരിച്ചാൽ മതിയല്ലോ. അപ്പൊ ഇവിടെ സ്ഥലത്ത് പറയണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നടന്ന സംഭവങ്ങളാവുമ്പോൾ അതിനെപ്പറ്റി പഠിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നാട്ടിൽ കുഴപ്പങ്ങളും മഹലിൽ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി തീർക്കണം. അപ്പൊ അതൊക്കെ നമ്മൾക്ക് ആ സ്ഥലത്തിനെ സംബന്ധിച്ച് ഖാസായിട്ടുള്ള വിഷയങ്ങളാകുമ്പോൾ അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി കൂടുതൽ പഠിച്ചതിന്റെ ശേഷം എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട അഭിവന്ദരായ ഉസ്താദന്മാർ തങ്ങൾ വളരെ ഒത്തപ്പെട്ട നേരത്തെ ഞാൻ എന്റെ സമയം കുറച്ചധികമായി പോയതിന് ക്ഷമ ചോദിക്കുന്നു. അല്ലാഹു തആല നമ്മൾ ഈ പറഞ്ഞതിനെ കേട്ടതിന് അല്ലാഹു സാലിഹ് അമലായി സ്വീകരിക്കുമാറാവട്ടെ.